Once again, good മോദികർ മോർണിംഗ്. മോദികർ ഫാമിലി മെമ്പേഴ്സിനും ഒപ്പം ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റിനും എൻ്റെ വ്യക്തിപരമായ പേരിലും മോദിക്കറിന്റെ പേരിൽ ഞാൻ അവരെല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ന്യൂ ഇയർ. വളരെ ശക്തവും അത് ഞാൻ പറയും വളരെ പ്രോഗ്രസീവുമായിട്ടുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു 2026 ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. പഴയതെല്ലാം മറന്നേക്കും, അതെല്ലാം മറന്നോളാം. നമുക്കൊരു പുതു ദിവസം, ഒരു പുതിയ യുഗം ആരംഭിക്കാൻ തീരുമാനിക്കുക. നമ്മളെല്ലാവരും പുതിയൊരു ലോകം കാത്തിരിക്കുന്ന ആൾക്കാർ. നേരത്തെ പറഞ്ഞ നല്ല നല്ല തീരുമാനങ്ങൾ, ഗുഡ് റെസൊല്യൂഷൻ എടുക്കാൻ പോവാണ്. 2026 അടുത്ത ഈ 12 മാസക്കാലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാക്കി ഞാൻ ഓരോ ദിവസം ഞാൻ മാറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ട് എടുത്ത് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യും. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ, ഇനി ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കും, വ്യത്യസ്തമായിട്ട് പെരുമാറും. മാറ്റങ്ങൾക്ക് ഞാൻ തയ്യാറാണ്. ഞാൻ മാറ്റങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളല്ല എന്ന് സ്വയം തീരുമാനിക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു. ബിഗിൻ വിത്ത് ആൻ എൻഡ് ഇൻ യുവർ മൈൻഡ്. നിങ്ങൾ തുടങ്ങുമ്പോൾ ആ എൻഡ് കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണം. ധൈര്യമായിട്ടിരിക്കും. എൻ്റെ പേര് പ്രകാശ്. ഞാൻ ബേസിക്കലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ എന്നെ സ്വയം ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ 10-30 വർഷം ഒരു ഗവൺമെന്റ് സർവീസിൽ കയറി അവിടെ ഇരുന്ന് എങ്ങനെ പറയാ, ഒരു മരത്തിനും വേറൊരു മരത്തിനും ഇടയ്ക്കിരുന്ന് മരം പോലെ ആയൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പതുക്കെ ചേഞ്ച് ചെയ്ത് എന്തൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുന്നോ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എന്ത് ചേഞ്ച് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് ബിസിനസ് പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെടാൻ കാരണം റിട്ടയർമെന്റിന് ശേഷം ഈ ബിസിനസ് പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെടാൻ കാരണം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എള്ളികളൊക്കെ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി ഒരു ഗസറ്റ് റാങ്കിലെത്തി, ഒരു സീനിയർ സൂപ്പർ ലെവലിൽ എത്താൻ സാധിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. അതൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ജോലിക്ക് വേണ്ടി ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി മാത്രം, സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയൊന്നുമല്ല. എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിന്ന് കടന്നു പോകണം. ഒരു എംപ്ലോയ്മെന്റ് കൊണ്ടൊക്കെ അത്രേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മിടുക്കനായ കൈക്കൂലിക്കാരെ ഞാൻ കണ്ടത് അങ്ങനെ ആവണം. നമുക്ക് അത് താല്പര്യമില്ല. അപ്പൊ നമ്മൾ അച്ഛനും അമ്മയും പഠിപ്പിച്ച ആ ക്വാളിറ്റീസ്, അച്ഛാ നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം, ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്ന ആ ഒരു ക്വാളിറ്റി. എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഇന്ന് എന്നെ വിട്ടുപോയി. ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഇതാണ്. അപ്പൊ അവർക്ക് എന്തായാലും ജനിച്ചാൽ ഒരിക്കലും നമ്മൾ മരിച്ചേ തീരും. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളൊരു ദരിദ്രനായിട്ട് ജീവിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ മരിക്കുന്ന സമയത്ത് നമ്മൾ ദരിദ്രൻ ജീവിച്ച അർത്ഥം എന്തോ സംതിങ് റോങ് സംവേ. നമ്മള് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന സമ്പന്നമായ വ്യക്തിയായിട്ട്, ഒരു സെലിബ്രിറ്റി ആയിട്ട്, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന വ്യക്തിയായിട്ട് എന്ന് നിങ്ങൾ അറിയപ്പെടണം. അപ്പൊ എപ്പോഴും ഞാൻ ഈ പറയുന്ന വാക്കോർത്തിരിക്കുക. ജനിക്കുന്ന സമയത്ത് ദരിദ്രനായ കുഴപ്പമില്ല, പക്ഷെ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ദരിദ്രനായിട്ട് ജീവിക്കുന്നിടത്ത് നിങ്ങൾക്ക് എവിടേക്കോ നമുക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആ 2026 നമുക്ക് ആ പാളിച്ചകൾ തിരുത്താനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കാം. ഞാൻ പറഞ്ഞ ഗസറ്റ് ഓഫീസ് റാങ്കിൽ വളരെ രസകരമായ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ലൈഫും ശരിക്കും എൻജോയ് ചെയ്ത വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അവിടെ പൈസ ഉണ്ടാക്കാനല്ല, ഞാൻ പറഞ്ഞ എന്റെ കാശുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പൊക്കോണ്ടുപിടിക്കുന്നു. വരുന്ന ആൾക്കാർക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 4-5 പേരെ മുഖം കാണുന്നുണ്ട്. അവരൊക്കെ ഡിപ്പാർട്ട്മെന്റ് സഹായങ്ങളൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട സഹായം ഞാൻ അങ്ങോട്ട് പോയി ചെയ്ത് അവർക്ക് റെഡിയായി കൊടുത്ത് അവർ ഹാപ്പിയായി. അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയിൽ ജീവിച്ച വ്യക്തിയാണ്. അന്ന് എനിക്കാകെ 8 ഫ്രണ്ട്സേ ഉള്ളൂ. ആ 8 ഫ്രണ്ട്സും ഞാൻ ഈ പറയാൻ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം എന്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്നിച്ച് ഒരു 7 പേരോട് ഒന്നിച്ച് യാത്ര പോയി തിരിച്ചു വന്നേ ഉള്ളൂ ഇതിനൊരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ വേണ്ടി. ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ലൈഫിലൊരു വഴിത്തിരിവാണ്. ഞാനിപ്പോ സംസാരിക്കുന്ന ഈ പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധാപൂർവം വീക്ഷിച്ച ശേഷം നിങ്ങൾക്കൊരു ഇന്ന് 2026 ജനുവരി 1-ാം തീയതി ആണ് ദൈവത്തിന് ഭാഗ്യം. ഈ ദിവസം ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു വഴിത്തിരിവായിട്ട് ഇന്നത്തെ മീറ്റിംഗ് മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അങ്ങനെ തീരുമാനിച്ചതിന്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ കുറേയധികം കാര്യം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ഈ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുക. ഇത് അത്രയും സിമ്പിൾ സാധനം, സിമ്പിൾ ബിസിനസ് പറയാൻ പറ്റില്ല, ദ വേ ഓഫ് ലൈഫാണ് ഇത്. നിങ്ങളുടെ
ആരോഗ്യവും സമ്പത്തും എല്ലാം വർദ്ധിപ്പിക്കുന്ന കാര്യം. നിങ്ങൾ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾ ആദ്യം ഇഷ്ടപ്പെടേണ്ടത് ആരെന്നറിയും. നിങ്ങൾ ഇഷ്ടപ്പെടണം. ഈ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളെയാണ് ആദ്യം ഇഷ്ടപ്പെടേണ്ടത്. നിങ്ങൾ എത്രമാത്രം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ആരോഗ്യത്തിൽ എന്തുമാത്രം ഫോക്കസ്ഡ് ആണോ, നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. 2026 അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുക. അവിടെ നമുക്ക് ആരംഭിക്കും. ഞാൻ ഈ പ്രോഗ്രാം ഇത് വരാനുള്ള കാരണം 6 വർഷം മുമ്പ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. മിസ്റ്റർ ദിനേശ് നാരായണൻ ആൻഡ് ജിഷാദ് ബക്കർ. ഈ 2 മഹത് വ്യക്തികളുടെ നോട്ടത്തില് അവരുടെ ലിസ്റ്റിനകത്ത് എന്റെ പേര് കടന്നു വന്നാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ കാരണം. അപ്പൊ അദ്ദേഹം എറണാകുളത്ത് കൊച്ചിയിൽ എന്റെ ഓഫീസിൽ വന്ന് ഓഫീസ് ടൈം കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ എനിക്ക് സംസാരിച്ച കാര്യങ്ങള് എന്നെ 5-6 വർഷം ആയിപ്പോ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങള് എന്റെ ലൈഫില് ടോട്ടല് മാറ്റിമറിച്ചു. അപ്പൊ അതുവരെ വളരെ ടഫായിട്ടുള്ള രീതിയിൽ ഞാൻ ജീവിച്ചിരുന്നു. വളരെ ടഫായിരുന്നു, വളരെ ബുദ്ധിമുട്ടേറിയ ലൈഫായിരുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി മാനസികമായിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് മാറാൻ സാധിച്ചത് ഈ മോദി കെയർ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം, മോദി കെയർ ലിമിറ്റഡ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഈ പ്ലാറ്റ്ഫോമാണ്, ഈ പ്ലാനാണ്. ഇപ്പോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് സർവീസിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ നിറവേറ്റാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം, അതും 100% സത്യസന്ധമായ ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിന് നന്ദി പറയുന്നുണ്ട്. നിങ്ങളോടത്ത് അറിഞ്ഞോ അറിയാം നിങ്ങളുടെ സുഹൃത്ത് ബന്ധുവോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളുക, ഇതൊരു വലിയ വഴിത്തിരിവായിട്ട് മാറാൻ പോകുന്ന ഒരു സംഭവമാണ്. ഓൾറെഡി ഇന്ത്യയിൽ ഇത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് അത്ഭുതത്തോടെയാണ് ഇതിനെ കാണുന്നത്. എനിക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി. എന്റെ വണ്ണം ഉണ്ടായിരുന്നു, ആ വണ്ണം എന്നെ കുറയ്ക്കാൻ സാധിച്ചു. ഒരു 10 കിലോ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസം എന്റെ ഒരു 9-9.5 കിലോ എന്റെ ബോഡിയിൽ നിന്ന് ഫാറ്റ് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് വിശ്വാസമായി ഇതൊരു സംഭവമാണ്. അതിനുമുമ്പ് ഷുഗർ ലെവൽ ഉണ്ടായിരുന്നു, അത് കൺട്രോൾ ആക്കി സാധിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഞാൻ വർക്ക് ചെയ്യുന്ന ആരോഗ്യ മേഖലയാണ്. അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യം, അവിടെ പറഞ്ഞിരുന്നത് ഒരിക്കൽ ഷുഗർ വന്നാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഷുഗറിന് പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്നാണ്. പക്ഷേ ഞാൻ ഇതിന്റെ പല മീറ്റിങ്ങിലും പങ്കെടുത്തു, പല വ്യക്തികളും പറയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സംതിങ് ഇസ് എന്തോ ഈ ബിസിനസ്സിലുണ്ട്. ആ കാര്യമാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ആ വെൽനസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഫിറ്റ് ആയിട്ട് നിൽക്കാൻ, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഫിറ്റ്നസ് ആയിട്ട് നിൽക്കാൻ, ഒരു വെയിറ്റ് വെൽനസ് ഞാൻ പറയും, വെൽനസിലേക്ക് പോകാൻ പറ്റിയ ഒരു കൂട്ടം ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിയിലുണ്ട്. കെമിക്കൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട് രക്ഷപ്പെട്ടു, വീടിന് ഐശ്വര്യമാണെന്ന് ആരംഭിക്കാൻ. ഇപ്പൊ കെമിക്കൽസ് ഇല്ലാത്ത കുറെ ഉൽപ്പന്നങ്ങളുമായിട്ടൊരു കമ്പനി 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 29 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. 6 വർഷം മുമ്പ് ഞാൻ ഈ കമ്പനി കാണുന്നവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ആ വിശ്വാസം, എനിക്കിട്ട് വിശ്വാസം എത്ര ആളുകളിലേക്ക് എത്ര പെട്ടെന്ന് എത്തിക്കണം എന്നുള്ള ചിന്തയാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് വേറെ ഒന്നും എനിക്കറിയില്ല. റിസൾട്ട് ഒന്നും കാര്യം എനിക്ക് പ്രശ്നമല്ല, ഒറ്റ കാര്യം പ്രശ്നമുള്ളൂ, ഈ മെസ്സേജ്, ഈ സന്ദേശം മാക്സിമം കുടുംബങ്ങളിൽ എത്തിക്കണം. ഞാൻ എന്നെ യാത്രയിലാണ്. ഇപ്പോ അങ്ങനെ യാത്ര ചെയ്ത് 10 സ്റ്റേറ്റിൽ ബിസിനസ് എത്തിക്കഴിഞ്ഞു. 10 സ്റ്റേറ്റിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒപ്പം കേരളത്തിൽ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. എന്റെ ആഗ്രഹം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ബിസിനസ് എത്തിക്കാൻ. നിങ്ങൾ എല്ലാവരും ഒരു സെലിബ്രിറ്റിയുടെ മാറാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. മമ്മൂട്ടി, മോഹൻലാലൊക്കെ ജീവിക്കുന്ന അവർ സെലിബ്രിറ്റീസ് ആണ്. അതേപോലെ ഇരിക്കുന്ന എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. അവർ നിങ്ങളുടെ വിദ്യാഭ്യാസമോ കഴിവോ പ്രാവീണ്യമോ ഒന്നും വേണ്ട. നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങിലെടുത്ത് നിരന്തരം തന്നുകൊണ്ടിരിക്കുക. ആ ട്രെയിനിങ് പങ്കെടുത്താൽ മാത്രം മതി. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇതൊരു വെറുതെ ഒരു ബിസിനസ് ആയിട്ട് കാണരുത്, എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന കാര്യമല്ലത്. ഇറ്റ്സ് എ ഹ്യൂജ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം, 25 വർഷമായിട്ട്. കാരണം ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനി നടക്കുന്ന രാജ്യം അമേരിക്കയിൽ. 3000 കമ്പനികള് 3 ലക്ഷം കോടി വിറ്റവരാണ് ഓരോരുത്തരും. മനസ്സിലാക്കി നോക്കണം. ഇന്ത്യയില് അവിടെ ജനസംഖ്യ 33 കോടി ജനസംഖ്യ ഉള്ളൂ. ഇവിടെ ഇന്ത്യയില് 147 കോടിയായി. ലോകത്തെ നമ്പർ 1 ജനസംഖ്യ നമ്മളാണ്. നമുക്കിവിടെ വന്നേക്കണ ആകപ്പാടെ 2500 കോടി, 25,000 കോടി എത്തിയുള്ളൂ. നമ്മൾ 19 സ്ഥാനത്തായിരുന്നു, പതുക്കെ കയറി 14 സ്ഥാനത്തെത്തി. മനസ്സിലാക്കണം ഈ പോയിന്റ്. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി അതിനകത്ത് രജിസ്റ്റേർഡ് ID എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം FS രജിസ്റ്റർ പിന്നീട് എടുത്താൽ മതി. ആ രജിസ്റ്റർ ID എടുത്തു കഴിഞ്ഞാൽ ആധാർ കാർഡിനും പാൻ കാർഡിനും ബാങ്ക് പാസ്ബുക്കിനും കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നു പറഞ്ഞാൽ
അത് അത്ഭുതമല്ലേ? അത് ഇത്രയും ക്വാളിറ്റി എവിടെ കിട്ടി? ക്വാളിറ്റി ഞാൻ എങ്ങനെ അനലൈസ് നോക്കിയിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കണ്ടെത്തലായിട്ട് ഞാൻ മോദി കെയർ ബിസിനസ് കാണുന്നത്. ഇതൊരു ബിസിനസ് അല്ല. അപ്പൊ ഞാൻ പരിചയപ്പെട്ട പലരും പറഞ്ഞു, ഞാനിത് പണ്ട് ഒന്നാണ് ചെന്നാൽ ദയവ് ചെയ്ത് എന്റെ കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്ത് എനിക്കറിയാൻ പറഞ്ഞു, നിങ്ങളിപ്പോ മാറി നിൽക്കുന്ന നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. ഇത് ഈ കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. നമുക്ക് കണ്ടവരും കേട്ടവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞേക്കാം. ഇത് അഭിപ്രായം പറയുന്ന ബിസിനസ് അല്ല, ഇത് ജസ്റ്റ് ഡു ഇറ്റ്. കണ്ണോട് ചെയ്യേണ്ട ബിസിനസ്സാണ്. ആലോചിച്ച് നിൽക്കുന്ന അപ്പത്തുവിനത്ത് ആലോചിച്ച ഒരു അന്തവും കിട്ടില്ല ഒരു കാര്യത്തെ കുറിച്ചും, അല്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. ഇത് ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ നമുക്ക് ആരോഗ്യം കിട്ടും, സമ്പത്ത് കിട്ടും. നമുക്ക് നാട്ടിലെ കുറേയധികം ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് ഈ കമ്പനി. ഇന്ത്യയുടെ ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ശക്തമായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക. ഇവിടെ 147 കോടി ജനസംഖ്യക്ക് അതിനകത്ത് 60 കോടി ആളുകൾക്ക് അമിതവണ്ണമുണ്ട്. 60 കോടി ആളുകൾ അമിതവണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് വണ്ണം കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മാത്രം മതി ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു വലിയ കോടീശ്വരമാണ്. കാര്യം 60 കോടി ജനസംഖ്യക്ക് ഇവിടെ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ആവശ്യമുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇല്ലാത്ത അസുഖമില്ലാത്ത ആൾക്കാരെ ആരുമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ്. അതും പേരിട്ട് അറിയാം, മെഡിക്കൽ സെന്റർ, മെഡിക്കൽ ടെസ്റ്റ്, എല്ലാം മെഡിക്കലാണ്. നിങ്ങൾ എത്ര കോടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു വക്കീല് പറഞ്ഞ വാക്കിന് കൂടെ കോട്ടിയാണ്. പുള്ളി കറുത്ത കോട്ടിട്ട് 40 വർഷം കൊണ്ടുണ്ടാക്കിയ സമ്പത്ത് വെള്ളക്കൂട്ടുകാരൻ 2 ദിവസം കൊണ്ട് അടിച്ചുകൊണ്ട് പോയിരുന്നു. എങ്ങനെയുണ്ട്? മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അതാണ് ഈ ഇൻഡസ്ട്രി. അപ്പൊ ആ ഇൻഡസ്ട്രി അപ്പുറത്തേക്ക് അത് സിക്നെസ് ഇൻഡസ്ട്രിയാണ്, ഇത് വെൽനെസ് ഇൻഡസ്ട്രിയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. അത് അസുഖം വന്ന അസുഖം കൊണ്ട് കൊടുത്താൽ നമ്മുടെ പൈസ സമ്പത്ത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു തരുന്ന ബിസിനസ്സാണ്. ആരോഗ്യം തിരിച്ചു തരുന്ന നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈ ബിസിനസ്സിലുണ്ട് എന്ന കാര്യമാണ് എന്നെ ആവേശം കൊള്ളിക്കുന്നത്. കാരണം എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ സൊല്യൂഷനായിട്ട് ഈ കമ്പനി മാറി. ദൈവത്തിന് നന്ദി. എന്റെ സ്പോൺസേഴ്സ് ദിനേശ് സാറിനും ജിഷ സാറിനും പ്രത്യേകം നന്ദി. 1000 നന്ദി. അവരില്ലായിരുന്നെങ്കിൽ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ എന്നെ പോലെ ഇത്തിരി ജാടയൊക്കെയുള്ള ഒരു ഓഫീസർ വരില്ലേ അതിന്. ഞാൻ 4 ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ഓഫീസറാണ്. എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, ഇടുക്കിയൊക്കെ അതിന്റെയൊക്കെ സ്ഥാപനങ്ങളുടെയൊക്കെ ഹെഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരൊക്കെ ഉപദേശിക്കുക. കുറെ ഡോക്ടർമാർ കീഴുണ്ട്, 10-30 ഡോക്ടർമാരുണ്ട്. അവരൊക്കെ ഉപദേശിക്കുക. 300 ഡോക്ടർമാരുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ കൃത്യമായിട്ട് സമയത്തിന് വരണം നോക്കുക. അങ്ങനെ നിൽക്കണം ഞാൻ. ഇതിനകത്ത് വന്ന് നമ്മുടെ ശിരസ്കനായിട്ട് നിൽക്കുകയാണ്. അറിയോ, എനിക്കും കുറെ പഠിക്കാനുണ്ട്. ഞാൻ പഠിക്കാൻ തയ്യാറാണ്. എനിക്കധികം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരും പറഞ്ഞു, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. ഈ ബിസിനസ് കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക. ഈ ന്യൂ ഇയർ നിങ്ങളുടെ ന്യൂ ഇയർ ആക്കി മാറ്റണം. ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഏറ്റവും നല്ല ആരോഗ്യത്തോട് നിങ്ങൾ ആരോഗ്യം ആദ്യം നേടുക. നിങ്ങൾ ആരോഗ്യം ആദ്യം നേടുക. നിങ്ങൾ ആരോഗ്യം തിരിച്ചുകൊണ്ടിരിക്കുക. എന്തായിക്കോട്ടെ ആരോഗ്യം തിരിച്ചു നേടുക. ഒപ്പം നിങ്ങളുടെ സമ്പത്തും അതിന്റെ കൂടെ കയറി വന്നോളൂ. അതിനുള്ള മാർഗം ഇതിനകത്തുണ്ട്. നിങ്ങളുടെ സ്പോൺസർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയോട് ചോദിച്ചാൽ അദ്ദേഹം എല്ലാ കാര്യം പറഞ്ഞു തരും. ഞാൻ അതിൽ ഫോക്കസ്ഡാണ്. ഇത് അത്രയും വലിയൊരു ഗംഭീരമായ പ്ലാനായിട്ട് മാറുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാട്ട ഈ പ്ലാൻ ഇന്ത്യയില് 29 വർഷം മുമ്പ് ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനി. ആ മോദി ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക പോലെ രാജ്യം ഇത്ര സമ്പന്നമാകാൻ കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാര് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എത്തിയത്. അത് ആകെ ജനസംഖ്യ എത്രയാണ്? 33 കോടിയുള്ളൂ. ഇതാ പഠിക്കേണ്ട പോയിന്റ്. ഇവിടെ 147 കോടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ശരിക്കും നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഡാറ്റാസ് ഒക്കെ എടുത്ത് പഠിച്ചു നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ഇൻഡസ്ട്രിയിൽ എടുത്തു പറയത്തക്ക വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാര് വിരലെണ്ണം ആക്കാനുള്ളൂ. എന്നെ സ്പോൺസർ വ്യക്തിയുടെ ഇൻകം ഒരു ദിവസം 1 ലക്ഷം രൂപ, ഒരു മാസം 30 ലക്ഷം രൂപ. അതേ സ്പോൺസർ ചെയ്ത് അപ്പൊ ദിനേശ് സാറും ജിഷസാറിനെ കുറിച്ച് പറയുന്നത്, അവരെ സ്പോൺസർ ചെയ്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ചീഫ് എഞ്ചിനീയർ വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം മനസ്സിലാക്കണം. ചീഫ് എഞ്ചിനീയർ വ്യക്തിയാണ് അദ്ദേഹം ഇതിനകത്ത് 40 ലക്ഷം വരുമാനം വായിക്കുന്നുണ്ട്. മിസ് ഫിലിപ്പ് സിംഗ് ആൻഡ് നീന ഫിലിപ്പ്, ഒരു ബാംഗ്ലൂർ സ്വദേശിയാണ്. ആലോചിച്ചൊക്കെ ഡെയിലി ഒക്കെ നോക്കി മാറി. അവരെ സ്പോൺസർ വ്യക്തി 1.25 കോടി മാസം വരുമാനം വായിക്കണം. ഞാൻ എന്തൊരു വരുമാനം പറയുന്നത് അറിയും.
ആൾക്കാർ ഇതിനെ കണ്ടിരുന്നത് എന്തോ ആണെന്ന് പഠിക്കായിരുന്നു. ഇന്ന് കൊണ്ട് ആളെ പിടിക്കുന്ന ബിസിനസ്. ഈ ആരെന്ത് പൊട്ടത്തര പറഞ്ഞു നോക്കിയേ. ഇത് ഒരാളെ പിടിക്കാൻ നിങ്ങൾ പോരുത്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇത് കൊണ്ടുവന്നിരിക്കണം. നിങ്ങളുടെ അച്ഛനമ്മയും കൂടി ഗ്രൂപ്പാക്കാം. നിങ്ങളുടെ അനിയൻ, നിങ്ങളുടെ ബ്രദറിലോ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവരൊക്കെ ഈ ബിസിനസ് കൊണ്ടുവന്നിരിക്കണം. അവരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അവരെ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രാഞ്ചൈസി ആയിട്ട്, നിങ്ങളുടെ പാർട്ണറായിട്ട്. എന്റെ പാർട്ണറായിട്ട് കുറച്ച് പേരുണ്ട്. ഞാൻ ആ പാർട്ണർഷിപ്പിലെ ബിസിനസ് പോകുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ പ്ലാൻ നോക്കണം. ഇതൊരു ഗംഭീര സംഭവമാണ്. ന്യൂ ഇയറിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറി. ഈ 2 to 5 ഇയർ കൊണ്ട് ഈ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും 2 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കുക. നിസ്സാര പ്ലാനാണത്. ഞാനൊരു 30 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് മാക്സിമം 1.5 ലക്ഷത്തിന് മേളിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഗസറ്റ് റാങ്കിൽ ഒരു 4 ഡേയ്സിന് ഹെഡായിട്ടും അത്രേ ഉള്ളൂ. കൈ കിട്ടുന്ന കാശ് അത് പറയണല്ലേ ഞാൻ. കാര്യം എല്ലാ കട്ടിയും കിട്ടി കഴിഞ്ഞ് കൈ കിട്ടും നിസ്സാര പൈസ കിട്ടുള്ളൂ. ലോൺ, ആ ലോൺ, ഈ ലോൺ, മറ്റേ ലോൺ, ലോണോ മാനിയ എന്ന് പറയും. സകലയിടത്തും ലോൺ കിട്ടും, തിരിച്ചടക്കണ്ടേ. ഇവിടെ മറിച്ച് നിങ്ങളെ രക്ഷിക്കാൻ എന്താണെന്ന്, ഈ പ്ലാനിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് ലേറ്റസ്റ്റ് വാച്ച് എല്ലാവരെയും ഞാൻ പുതുവത്സര ആശംസയോടുകൂടി ഈ പ്ലാനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ. ഓക്കെ, ഞാൻ ആദ്യം നമസ്കരിക്കുന്നത് അദ്ദേഹത്തിനാണ്, മിസ്റ്റർ സമീർ കുമാർ മോഡി. ഈ ബോംദിവേ ബിസിനസ് അവസരം എഴുതുമ്പോൾ അദ്ദേഹം ആദ്യം എഴുതിയ വാക്ക് നോക്കി. ഇത് ഭയങ്കര പ്രസക്ത വാക്കാണ്. ചിന്ത മാറ്റും, നിങ്ങളെ മാറ്റും, ലോകത്തെ മാറ്റും. ഉണ്ടോ? മാറ്റമാണ് വേണ്ടത്. നിങ്ങളെ തോട്ട്സ് ആണ് നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കുന്നത്. നിങ്ങളുടെ തോട്ട്സ് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല, നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. നിങ്ങളെ മാറ്റുക. നമ്മൾ സ്വയം ട്രാൻസ്ഫോം ചെയ്യാൻ. എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു, ആ വണ്ണം ഞാൻ കുറച്ച് ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട്. അപ്പൊ നമുക്ക് വിശ്വാസമായി പ്രൊഡക്റ്റ് കഴിച്ചാൽ വണ്ണം കുറയും. പ്രൊഡക്റ്റ് കഴിച്ചാൽ ഇപ്പൊ ഷേപ്പ് ഷിഫ്റ്റിന്റെ പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ വണ്ണം കുറച്ചു. ഷിഫ്റ്റ് ഷിഫ്റ്റിന്റെ മുഖത്തിട്ട് എന്റെ ഭംഗി കൂടി. ഇല്ലേ? വിരോധമില്ലല്ലോ അനിലെ. ഒരു ചെറിയ മാറ്റമൊക്കെ വന്നില്ല. എന്നെ അറിയാവുന്നതാണ് അല്ലേ? അതിന് കാരണം ഷിഫ്റ്റ് ലെഫ്റ്റിന്റെ പ്രൊഡക്റ്റാണ്. അപ്പൊ നമ്മുടെ കരയില ജാമൻ ജ്യൂസ് പ്രൊഡക്റ്റ് കഴിച്ചപ്പോ ഞാവൽപ്പഴം പാവയ്ക്കും കൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാന്ന് മനസ്സിലായി. ഗ്ലൂക്കോസും കൊണ്ട് മുട്ടിന് തേയ്മാനത്തിന് വലിയൊരു പരിഹാരമാണ് മാറി. ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കാർ വിഷമിക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞത്. ആ പ്രശ്നം വണ്ണം കുറയുന്നതുകൊണ്ട് നിങ്ങളുടെ പകുതി പ്രശ്നം കഴിഞ്ഞു. കാര്യം വണ്ണമാണ്, എസ്പെഷ്യലി അമിതമായിട്ടുള്ള വണ്ണമാണ് മേജർ അസുഖങ്ങളുടെയൊക്കെ കാരണഭൂതൻ. അവനെ പിടിച്ച് വണ്ണം കുറച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ കറക്റ്റായി. ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം. അപ്പൊ ലോകത്തെ മാറ്റാൻ പറയുന്നുണ്ടോ? അപ്പൊ എവിടെ പോയി നോക്കിയേ. ലോകത്തെ മാറ്റാൻ തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ഇദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അമേരിക്കയിൽ വെച്ച് അറിയണത്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാനുള്ള തുടങ്ങാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. ഇദ്ദേഹം ഒരു കോടീശ്വര പുത്രനാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ മതി, സമീർ കുമാർ മോഡി. 28,000 കോടി കിട്ടിയുള്ള നമ്മുടെ ഷാരൂഖ് ഖാനേക്കാളും കൂടുതൽ സമ്പത്ത്. ഷാരൂഖ് ഖാൻ 20,000 കോടി ഉള്ളൂ. ഇദ്ദേഹം 28,000 കോടി വിറ്റുള്ള അവിടുത്തെ ഉത്തർപ്രദേശിലെ നമ്പർ 1 മില്യണയർ അദ്ദേഹം. അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അത് തുടങ്ങാൻ എന്താ കാരണം ഇനി അടുത്ത പോയിന്റ് മനസ്സിലാവും. ഇത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ചെറിയ വരുമാനത്തിൽ കിടന്ന് നമ്മൾ ബിസി പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ സ്വപ്നം കാണുന്ന അദ്ദേഹത്തിലുള്ള വീടോ കുടുംബത്തോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യാനോ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനോ സാധിക്കില്ല. സമൂഹത്തിൽ നമുക്ക് വേണ്ട അംഗീകാരം കിട്ടത്തില്ല. അതങ്ങനെയാണ്. നമുക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആഗ്രഹമുണ്ട്, സാധിക്കത്തില്ല. നമുക്ക് ലക്ഷറി കാറ് വാങ്ങണമെന്ന് സാധിക്കത്തില്ല. നമ്മളിങ്ങനെ ഒതുങ്ങി നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പം കൊണ്ട് നമ്മൾ മരിക്കണ വരെ ആ ചിന്തയും കൊണ്ട് പോകും. നമ്മൾ അങ്ങനെ മൺമറിഞ്ഞു പോകും. ഇതാണ് പതിവ്. അവിടുന്ന് വിഭിന്നമായിട്ട് ഈ പ്ലാൻ ശ്രദ്ധിച്ചു നോക്കി. ആ ചെറിയ വരുമാനം കണ്ടോ? ആ വരുമാനത്തിൽ നിന്ന് നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര, ആ ഇൻകം ഗ്യാപ്പ് മാറ്റിയെടുത്ത് നമ്മളെ കൊണ്ടി എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്ക് നോക്കാം. മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാൻ തയ്യാറാണോ? ഇതാണ് മെയിൻ പോയിന്റ്. ഞാൻ മാറില്ല, എന്റെ പഴയ സ്വഭാവം, ഞാൻ ആരാണെന്ന് അറിയാമോ? അറിഞ്ഞിട്ട് കാണിക്കാനാണ്, ഒന്നും കാണിക്കാനില്ല. എന്നാ പിന്നെ ആ സ്വഭാവം മാറ്റിയപ്പോഴേ നമ്മളത് മാറ്റിയിട്ട് സിമ്പിളായിട്ട് ഞാൻ എന്തായാലും ഇതിനുവേണ്ടി ഞാൻ മാറാൻ തയ്യാറാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നു, എന്നാൽ ആ ചെലവ് നിങ്ങൾക്ക് വരുമാനം നൽകിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് റവന്യൂ ആയിട്ട് മാറുന്നു. വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ദൈനംദിന ചിലവുകൾ നിങ്ങൾക്ക് വരവായിട്ട് മാറുന്നു. അവിടെ ലക്ഷ്യം എന്തായിരിക്കണം? ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യവും. ഇരിക്കുന്ന എല്ലാവരും ആരോഗ്യമാണ് ഫസ്റ്റ് കാര്യം. ആരോഗ്യം നിങ്ങൾ ഉണ്ടാക്കുക, സമ്പത്ത് നിങ്ങൾ പുറകെ എത്തിക്കൊള്ളൂ. തൊട്ടു പുറകെ സമ്പത്ത്. ഈ പ്രൊഡക്റ്റ് കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കണം. ഇത് കെമിക്കൽസ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടിക്കുക 18 കാറ്റഗറിയിൽ.
അപ്പൊ സമ്പത്ത് നമുക്ക് ഉണ്ടായിക്കൊള്ളും സ്വാഭാവികമായിട്ട്. ഇത് വേണ്ട ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഇതിന് സന്തോഷം, ഈ ഹാപ്പിനെസ് കിട്ടും. ഞാൻ വളരെ ഹാപ്പി, ഞാൻ വളരെ ത്രില്ലാണ് ഇപ്പൊ. എനിക്ക് ഈ പ്ലാൻ കേട്ടതും മനസ്സിലാക്കിയതും എനിക്ക് കൂടുതൽ അറിഞ്ഞതും ഉപയോഗിക്കാൻ പറ്റിയതും ഞാൻ വളരെ വളരെ ത്രില്ല. പിന്നെ ഞാൻ കുറച്ച് പടത്തെ ഇതിന്റെ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കത് അത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഫീലിംഗ് തോന്നുന്നതാണ്. കാര്യങ്ങൾ ലളിതമായി ചെയ്യുന്നതിനോട് വലിയ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും എന്തില്ല. നിങ്ങളുടെ ജീവിതം മുഴുവൻ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലേ, സ്മാർട്ട് ഫോൺ നമുക്ക് എത്ര പേർക്ക് നോക്കാൻ അറിയാം? സത്യം പറയാം, എനിക്ക് കൂടെ അറിയാൻ പറഞ്ഞു. ഞാൻ അതിന്റെ 10% ഉപയോഗിക്കാറില്ല. ഞാൻ വാട്സപ്പ് അയക്കാനും ഫേസ്ബുക്ക് അയക്കാനും ഇൻസ്റ്റാഗ്രാം അയക്കാനും ഇപ്പൊ ഉപയോഗിച്ചോളൂ. പണ്ട് അത് ഉപയോഗിക്കേണ്ടായില്ല. അപ്പൊ സ്മാർട്ട് ഫോൺ നമ്മൾ സ്മാർട്ട് അല്ല കേട്ടാ. ആ മാറ്റത്തിന് തയ്യാറായപ്പോഴാണ് വലിയ മാറ്റം വന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സാമർഥ്യത്തോടെ ഇതിനെ കാണണം. ദെൻ വ്യത്യസ്തമായി കാണണം. എല്ലാവരും കാണുന്നത് നിങ്ങൾ കാണരുത്, കുറച്ച് വ്യത്യസ്തമായ രീതി നീങ്ങും. ഇത് ലക്ഷ്യബോധം, വ്യക്തമായ ലക്ഷ്യം നമുക്ക് വേണം. ഞാൻ ഇൻഡസ്ട്രി വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്, ലക്ഷ്യം വെച്ച് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായത് ഇതിന് ശേഷമാണ്, ഈ ഇൻഡസ്ട്രി വന്ന ശേഷവും. അപ്പൊ നമുക്കൊരു പ്ലാൻ വെച്ചു. എന്റെ ബാക്കിൽ ഒരു കാർഡ് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ എന്റെ അടുത്ത മാസം എന്നാണ് ഞാൻ ആ ചെക്ക് വാങ്ങിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. ആ ഡേറ്റ് ഒക്കെ എഴുതി വെക്കാനുള്ള ആ ചങ്കൂറ്റം കിട്ടി ഇതിനകത്തുനിന്ന്. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കാണിച്ചു തരും. ജസ്റ്റ് എ മോമെന്റ്. ഇതുണ്ടോ, നിഷ പ്രകാശ് 8/12/27 5,01,000 വരുമാനം. ഞാൻ ചങ്കൂട്ടത്തിനോട് കാണിച്ചു തരാം. 50 മില്ലിയേഴ്സ്. എന്റെ മൊബൈലിലെ സ്ക്രീൻഷോട്ടായി കാണുന്നത് ആ സംഗതി കാണുന്നത് 50 മില്ലിയേഴ്സ്. അതിന് മേളിലൊരു 25 കാറ്. ഈ വരുന്ന ചുരുങ്ങിയ സമയം ഇപ്പൊ 5 പേര് കാർ അച്ചീവറായി. ഒരാൾ കാർ വാങ്ങിച്ചു കഴിഞ്ഞു. മഞ്ജു സുരേഷ് ഫ്രം ട്രിവാൻഡ്രം. അത് എനിക്ക് എന്റെ സ്വപ്നങ്ങൾ അങ്ങനെ വന്നുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ പറയാൻ പറ്റുന്നത്. അപ്പൊ എനിക്കിപ്പോ ഒരു 25 പേർക്ക് കാർ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു 50 പേരെ മില്ലിയൻസ് ആക്കണം ഉണ്ടോ, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ മേളിൽ എന്റെ കാർ വരാൻ നിൽക്കേണ്ടത്. അപ്പുറത്ത് കാർ ഇരിപ്പുണ്ട്. എനിക്ക് ഇപ്പോഴുള്ള കാർ മാറ്റിയിട്ട് ഞാൻ വേറെ കാർ വാങ്ങിക്കാൻ പോവാണ്. ആ കാർ വാങ്ങിക്കാനുള്ള ആ പുതിയ കാറാണ് മെഴ്സിഡസ് ബെൻസ് ആണ്. ഒരു സർക്കാർ ജീവനക്കാരൻ ചിന്തിക്കാൻ പറ്റില്ല. എന്റെ വീട് ഇപ്പുറത്ത് താഴെ ഉണ്ട്, ഇവിടെ ഈ സൈഡ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ കാണിക്കാൻ അറിയോ? ഇതാണ് ബിസിനസ്. ആ സ്വപ്നങ്ങൾ എത്താൻ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കഴിഞ്ഞ 6 വർഷമുണ്ട്. ഇപ്പൊ 1 വർഷം റിട്ടയർ ആയിട്ട് ഇപ്പൊ ഫുൾ ടൈമറായി. ലക്ഷ്യബോധത്തോട് വർക്ക് ചെയ്യണം ഉണ്ടോ. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇത്ര സമയം എടുത്ത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മോദിക്ക് ഒരു അവസരം, അനന്തമായ സാധ്യത, അനന്തമായ സാധ്യത. പ്രതിദിന ഷോപ്പിംഗ്, നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നു, പ്ലസ് പ്രതിദിന സമ്പാദ്യം ഉണ്ടോ. ആ പ്രതിദിനം നിങ്ങൾക്ക് വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അത് അടുത്ത മാസം 9-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് റിഫ്ലക്ട് ആവും. പ്ലസ് ആജീവനാന്ത അവസരം. ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 2 to 5 കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി റിട്ടയർ ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വരുമാനം നിൽക്കില്ല. ഇത് പഠിക്കേണ്ട വിഷയവും. ഫിസിക്കലും മോദി, അതാണ് മോദിക്ക്. അതിന്റെ കോമ്പിനേഷൻ ഉണ്ടോ. പ്രതിദിന ഷോപ്പിംഗ്, പ്രതിദിന സമ്പാദ്യം, ആജീവനാന്ത അവസരമാണ് മോദിക്ക്. ഇത് ഓടി നടന്ന് വലിയ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ പറയില്ല. ഇത് സ്മാർട്ട് വർക്കാണ്. ശരിക്കും ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട സാധനമാണ്. വെറുതെ പൈസ ചെലവാക്കരുത് ഉണ്ടോ. വെറുതെ പൈസ അനാവശ്യം ചെലവാക്കുന്ന ബിസിനസ് അല്ല. അത് സ്കീമുകാർക്ക് ചെയ്യുന്ന പണിയാണ്. അവരെ കൊണ്ട് അവിടെ ക്രിപ്റ്റോ കറൻസി മറ്റേ കൊണ്ട് വേറെ ഇൻവെസ്റ്റ്മെന്റ്, തട്ടും വെട്ടിപ്പും മണി ചെയ്യും പരിപാടികൾ, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നിൽക്കുന്ന നേരത്താണ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു, കേരള ഗവൺമെന്റ് അംഗീകരിച്ചു, നിയമം പാസ്സാക്കി. 2018 നിയമം വന്നു. ഇപ്പോഴത്തെ അതിന്റെ ഫുൾ ഫീൽ അതിന്റെ ആദ്യത്തെ കമ്പനിയാണ് ഈ മോദി കെയർ ലിമിറ്റഡ് ഉണ്ടാ. ബാക്കി ഒരുപാട് അങ്ങനത്തെ ഇല്ലീഗൽ ആയിട്ടുള്ള കമ്പനികൾ നമ്മൾ ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് പോയി വീഴാതിരിക്കുക. ഒരുപാട് പേരുടെ പല സുഹൃത്തും പോയി വീണു, പൈസ പോയി. ദേവി ഇത് സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കാണ്ട്. കറക്റ്റ് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം നിൽക്കുക. വെറുതെ പൈസ ചെലവാക്കരുത്. സമ്പാദിച്ചു തുടങ്ങുക. നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ വരുമാനം ഉണ്ടാക്കി തുടങ്ങുക, വളരാൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾ ഓരോ റാങ്കുകൾ ഉണ്ട്, ആ ഓരോ റാങ്കിലും നേടി പോകാൻ ശ്രമിക്കുക. ഓരോ മാസവും നിങ്ങൾ റാങ്ക് നേടാൻ ഇപ്പോ ബിസിനസ് അത്ര സിമ്പിളായി. മോദിക്ക് 1996 ആരംഭിച്ച കമ്പനിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ന് ഏതാണ്ട് 57 ലക്ഷം ആളുകള് IBOs ഇതിനകത്തുണ്ട്. ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണേഴ്സ് അങ്ങനെ പറയും, അഡ്വൈസേഴ്സ് പറയും ഇതിനകത്തുണ്ട്. അപ്പൊ അവര് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു. അവർ ചില ബിസിനസ് ചെയ്യുന്നു, ചില ബിസിനസ് ഇല്ല. അതിന്റെ 10% ആൾക്കാരെ ബിസിനസ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. 10% ആൾക്കാരെ ബിസിനസ് അറിയുള്ളൂ. ഞാൻ അതിനകത്ത് 1% ആൾക്കാരെ സീരിയസ് ആയിട്ട് ഇത് റൺ ചെയ്യുന്നുള്ളൂ. ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ ആ 10%-ക്കുള്ളിൽ കയറാൻ പറ്റുന്ന നിങ്ങൾ രക്ഷപ്പെട്ടു. അത് മനസ്സിലാക്കാതെ പലരും ഇരുട്ടത്തി കിടന്ന് തപ്പുന്നുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഇതിന്റെ പാരമ്പര്യം നോക്കി. 92 വർഷമായി മോദി ഗ്രൂപ്പ് ഇന്ത്യ വന്നിട്ട്. ഇതിന്റെ മോദി ഗ്രൂപ്പിന് ആദ്യ സ്ഥാപകൻ മോദി എന്റർപ്രൈസസ് സ്ഥാപനമായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ മിസ്റ്റർ റായ് ബഹദൂർ ഗുജറാൻ മോഡി ഒരു കമ്പനി
മോദി എന്റർപ്രൈസസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം. 33 അന്ന് ഒരു പഞ്ചസാര ഫാക്ടറി ആയിരുന്നു. അത് 400 മണിക്ക് പഞ്ചസാര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. അവിടെ നിന്ന് 27 വ്യവസായങ്ങൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ചു. മനസ്സിലാക്കേണ്ട പോയിന്റ്, 27 വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു. അദ്ദേഹം രാജ്യത്തിന്റെ പുരോഗതിയിൽ, ഇന്ത്യയുടെ പുരോഗതിയിൽ ഗണ്യമായ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ വ്യക്തിയാണ് മിസ്റ്റർ റായ് ബഹദൂർ വിക്രമോദി. അത് രാഷ്ട്രം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. അതിന്റെ മകനാണ് മിസ്റ്റർ കെ മോഡി. കെ മോഡി അച്ഛൻ ചെയ്ത 27 വ്യവസായങ്ങൾ 120 രാജ്യങ്ങളിലേക്ക് കൊളാബറേറ്റ് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തെടുത്തു. ഇതിന്റെ ടേൺ ഓവർ 90,000 കോടിയായി. സംഭവിച്ചെന്നറിയാമോ? ടാറ്റ, ബിർള, ഗോയങ്ക, ടാപ്പർ, മോഡി. ആ മോഡിയാണ് ഞാൻ ഈ പറയുന്നത്. ആ ലെവലിലേക്ക് കമ്പനി വളർന്നു. കോർപ്പറേറ്റ്, ബിഗ് കോർപ്പറേറ്റ് ആണ് ഇന്ത്യയിലെ. അവരുടെ മകനാണ് മിസ്റ്റർ നമ്മുടെ കൃഷ്ണകുമാർ മോഡി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ അച്ഛനും അപ്പനും ഓൾറെഡി മാർക്കറ്റ് പ്രൈസ് സമീർ മോദി വരുന്നതിന് മുമ്പ് തന്നെ വെൽ പ്രൈസ് ആക്കി തന്നു. സമീർ മോദി കൊച്ചു പയ്യന, 24 വയസ്സിലാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആരംഭിക്കുന്നത്. 24 വയസ്സിൽ അവിടെ നിന്ന് ആരംഭിച്ച് അദ്ദേഹം ലക്ഷ്യം വലിയ ലക്ഷ്യമാണ്. ആസാദി ഫോർ എവറി ഇന്ത്യൻ. ഓരോ ഇന്ത്യക്കാർക്ക് ആസാദി കൊടുക്കുക. ഈ ചങ്കുറ്റൊക്കെ ആര് കാണിക്കും? ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് സെൽഫ് യൂസ് ചെയ്തു, നിങ്ങൾക്ക് ആ അനുഭവം കിട്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത്രേ ഉള്ളൂ ബിസിനസ്. ആ ഷെയർ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യാം, അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഇത്രയും ഉൽപ്പന്നങ്ങൾ 18 കാറ്റഗറിയിൽ 470 അധിക ഉൽപ്പന്നങ്ങൾ. അപ്പൊ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റില് 890 പ്രൊഡക്റ്റ്, വെറൈറ്റി പ്രൊഡക്റ്റും കിട്ടും. ഞാൻ അതിൽ 120-150 പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഡെയിലി ഇത് ഉപയോഗിക്കുന്നു. മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രൊഡക്റ്റും മാറ്റി ഇത് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇഷ്ടപ്പെട്ടാൽ മതി എന്ന ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി അല്ലെങ്കിലോ മടക്കി കൊടുത്താൽ 30 ദിവസം മടക്കി കൊടുത്താൽ മുഴുവൻ പൈസ തരാമെന്ന ഗ്യാരണ്ടി ആര് തരും? ഏതെങ്കിലും കമ്പനിക്ക് ചങ്കൂറ്റുണ്ടോ? അത്ര ക്വാളിറ്റിയിലാണ് ഈ കമ്പനി പ്രൊഡക്റ്റ് നിർമ്മിച്ചേക്കണത്. നെഗറ്റീവ് പറയാൻ പലതറിയും. ഇതിനകത്ത് കെമിക്കൽസ് ഇല്ല എന്ന കാര്യം എന്നെ അതിശയപ്പെടുത്തിയ കാര്യം. ഞാൻ കുളിക്കുകയും പല്ലിയേക്കും പാത്രം കഴുകുകയും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഷേവിംഗ് ഉപയോഗിക്കുന്നത് എല്ലാം ഇത് തന്നെ. ഡ്രസ്സ് കഴിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ ഡ്രസ്സ് കഴിയുന്നത്. ആ ലിക്വിഡ് ഒഴിക്കുന്നു, തുണി ഇടുന്നു, കഴിഞ്ഞു. നമുക്കൊരു 30 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് വാഷ് ചെയ്ത് പുറത്ത് വരുന്നു. അതും ബെസ്റ്റ് ക്വാളിറ്റിയിൽ. ആ ഡ്രസ്സ് ഡാമേജ് ആവില്ല. ഇതിന്റെ വെള്ളം കൊണ്ട് ചെടി ചോട്ടൊഴിക്കാം, ചെടി നശിക്കത്തില്ല. ഇതല്ലേ വേണ്ടത്. ചെടി എന്നിട്ട് വളരും. ജെൻസൈം ബേസ്ഡാണ്. സോ വെൽ കാറ്റഗറിയിൽ ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ്. നിങ്ങൾ പഠിക്കേണ്ട വിഷയം, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട വിഷയം ആ ഒരു ഭാഗവും. ന്യൂട്രീഷൻ. നമുക്ക് പോഷകാഹാരം നമുക്ക് ആവശ്യമാണ്. ഇരിക്കുന്ന എല്ലാവർക്കും ആവശ്യവും. ആ പോഷകാഹാരം കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ അതിനകത്ത് എല്ലാ വിറ്റമിൻസും, എല്ലാ മിനറൽസും, എല്ലാ പ്രോബയോട്ടിക്സ് എല്ലാം അടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് തന്നത്. കൂട്ടുവേദനയൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസമിൻ ചെടിയുടെ എക്സ്ട്രാക്ട് ആണ്. വിറ്റമിൻ D3 ചെടിയുടെ എക്സ്ട്രാക്ട് ആണ്. കാൽസ്യം ചെടിയുടെ എക്സ്ട്രാക്ട് ആണ്. ഇത് ഉപയോഗിച്ചാൽ ആ മുട്ടിനുള്ള പ്രശ്നങ്ങൾക്ക്, ജോയിന്റ് ഹെൽത്ത് ബെറ്റർ ആവുന്ന കാര്യം 100% ഉറപ്പായി. ഞാൻ 100-100-ലധികം ആൾക്കാർക്ക് അത് കൊടുത്തു കഴിഞ്ഞു. ആരോഗ്യവകുപ്പിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇതിനകത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ആക്കി എത്രയോ പേരായി കഴിഞ്ഞു. എനിക്ക് 6 വർഷം കൊണ്ട് ഏറ്റവും അഭിമാനം തോന്നുന്ന ആ ഒരു കാര്യത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർവീസ് ചെയ്യാൻ. അതിന് കിട്ടിയ ഒരു അവസരമാണത്. ദൈവം തന്ന അവസരമാണ്. ദെൻ അർബൻ കളർപാർ USA എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 3rd ബ്രാൻഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഫസ്റ്റ് നിൽക്കുന്ന എലിസബത്ത് ആർഡൻ, 2 ഗുച്ചി, 3 കളർപാർ USA. ഈ കളർപാർ USA ആരാന്നറിയോ? നേരത്തെ കണ്ട സമീർ മോദി സാറിന്റെ മോദി കെയറിന്റെ കമ്പനിയുടെ ഭാഗവും. അത് ലുലുമാളിൽ കിട്ടും 1000 രൂപയ്ക്ക്, നമുക്ക് കിട്ടും 400 രൂപയ്ക്ക്. ആ ക്വാളിറ്റി അതിശയപ്പെടുത്തുന്നത്. അത് നമുക്ക് കമ്പയർ ചെയ്യാനില്ല. കളർ കോസ്മെറ്റിക്സ് ആണ്. ആ വേൾഡിലെ 3rd റാങ്ക് നമ്മുടെ കമ്പനിയാണെന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. സ്ട്രോഗ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതും വേൾഡ് ക്ലാസ് സാധനങ്ങൾ. അതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നവർ കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും. അത് ഭയങ്കര ലാഭകരമാണ്. മോദിക്ക് എൻവയറോ ചിപ്പ്. നിങ്ങൾ മൊബൈലിന്റെ ബാക്കില് ഒരു സ്ട്രിപ്പ് കാണാം. ഈ മൊബൈലിന്റെ ബാക്കിലെ സ്ട്രിപ്പ് ഇതിന്റെ എൻവയറോ ചിപ്പാണ്. റേഡിയേഷനെ കോൺസ്റ്റന്റ് വേവ്സിനെ റാൻഡം വേവ്സ് ആക്കി തരുന്ന ചിപ്പാണ്. ചിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ചിപ്പ് ഒട്ടിക്കുന്നത് നമുക്ക് കാശ് കിട്ടും. അത് ആജീവനം ഒട്ടിക്കാം, മാറ്റേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ഒട്ടിച്ചാൽ എന്നും ഒട്ടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ? അത് എൻവിറോണിക്സിന്റെ അമേരിക്കൻ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്ത് മോദിക്ക് ലിമിറ്റഡ് ആണ്. അതിന് കുക്കു, അതിന്റെ വെള്ളം നമുക്കറിയാം. നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആൽക്കലി വെള്ളമാണ്. നമ്മുടെ പൈപ്പിൽ കിട്ടുന്നതും കെന്റി കിട്ടുന്നതും എല്ലാം അസിഡിക് വെള്ളമാണ്. ബോഡിക്ക് ഏറ്റവും ആവശ്യം ആൽക്കലി വെള്ളമാണത് കൊണ്ട് ഈ ആൽക്കലൈൻ പിക്ചർ എന്ന പ്രൊഡക്റ്റ് ഇറങ്ങി. ആ പ്രൊഡക്റ്റ് അതിനകത്ത് 1.8 ലിറ്റർ ഒരു സമയത്ത് വെള്ളം ഇടയ്ക്ക് എടുക്കാം. ആ 1.8 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ആഴ്ച അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലത്ത് കഴിക്കുന്ന വെള്ളം കിട്ടും. ആ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക്
ഒരു ദിവസം മുഴുവൻ ദാഹം ഉണ്ടാവില്ല. കാര്യം ആൽക്കലി ശരീരത്തിൽ ശരീരത്തിന്റെ വൻകുടലിലും ചെറുകുടലിലും ഏറ്റവും കൂടുതൽ വേണ്ട ആൽക്കലിയാണ്. ആൽക്കലി വെള്ളം പാടുള്ളൂ. നമ്മൾ കൊടുക്കുന്ന അസിഡിക് കാരണം കുടലിനും കരളിനും ലിവറിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, വൻകുടലും ചെറുകുടലിനൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, പാങ്ക്രിയാസിലൊക്കെ. ഈ വെള്ളം തന്നെ, നല്ല വെള്ളം കിട്ടിയാൽ തന്നെ നിങ്ങളുടെ പകുതി അസുഖങ്ങൾ മാറി. ഇതൊക്കെ എനിക്ക് മനസ്സിലാവേണ്ടത് ശരിക്കും ഞാൻ പണ്ട് അറിയാമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി മോദിക്കാരെന്ന് മനസ്സിലാക്കി എനിക്ക് മോദിക്കർ കമ്പനി അത്ര ഇഷ്ടമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതേപോലെ ആ ആൽക്കലൈൻ പിക്ചർ അത്രയും ഡിമാൻഡായി കഴിഞ്ഞു. സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായി. വെലോസിറ്റി ഷേവിംഗ് ക്രീം, ഷേവിംഗ് ഐറ്റംസ്, പല മുടി കറുപ്പിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള, നമുക്ക് എന്താ പറയാ, കെമിക്കൽസ് ഇല്ലാത്ത പറയുമ്പോൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പല കെമിക്കൽസ് ക്രിയാഷൻ കൊണ്ടാണ് മുടി കളർ പിടിക്കുന്നത്. ഇത് മാറ്റിയിട്ട് അതൊന്നും ഇല്ലാണ്ടുള്ള നാച്ചുറൽ രീതിയിലുള്ള മുടി കറുപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടത്. ഇത് മേഡ് ഇൻ ഇറ്റലിയാണ്. ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഈ കമ്പനിയാണ്. സോ ഫ്രൂട്ട് ഓഫ് എർത്ത്, അതൊക്കെ ഒരു സ്വന്തം പ്രൊഡക്റ്റ്. ഫ്രഷ് പൊമൻസ് സ്വന്തം പ്രൊഡക്റ്റ്. പല്ല് കയറുന്ന ഉൽപ്പന്നങ്ങൾ. പല്ലിന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ, പേസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഡെന്റിസ്റ്റിനെ കാണേണ്ടി വരില്ല. മോണവഴുപ്പും മോണന പുളിപ്പും എല്ലാം മാർക്കറ്റിംഗ്. എത്ര നന്ദി പറയുന്ന അറിയില്ല. ദെൻ നമ്മൾ ഇപ്പൊ ഇത്ര ആൾ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് പേരെന്ന് ഞാൻ പറഞ്ഞു, ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ശേഷമാണ് പല കമ്പനി ആയത്. അപ്പൊ ഇവിടെ മാവിന്റെ ഇല കൊണ്ടുള്ള എക്സ്ട്രാക്ട് കൊണ്ട് പല്ല് തേക്കാം, പേസ്റ്റ് കിട്ടും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ മോദിക്ക് എനിക്ക് മനസ്സിലായി. സൈലോട്ടിൽ നിന്ന് പ്ലാന്റ് എക്സ്ട്രാക്ട് ഉണ്ടാക്കി ഈ സാധനമൊക്കെ ഉപയോഗിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ദെൻ എസെൻഷ്യൽ, അത് നമുക്ക് ആ രീതിയിലുള്ള കുറേയധികം നമുക്ക് വേണ്ട ഓരോരുത്തർക്ക് ആവശ്യമുള്ള, ഒരു ദിവസം മുഴുവൻ ആവശ്യമുള്ള എല്ലാ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളും. ദെൻ സാലോൺ, ഷാംപൂ, ഹെയർ കെയറിന് ആവശ്യമുള്ള സാലോണിന്റെ, നേരത്തെ പറഞ്ഞ ഹെയർ ക്രീം ഉള്ള സാധനങ്ങൾ, ഹെയർ കളറിങ് സാധനമൊക്കെ സാലോണില്. ദെൻ സോൾട്ട് ഫ്ലവർ, ഫുഡ് ആൻഡ് ബേവേഴ്സിനകത്ത് ഏഷ്യ കിട്ടാവുന്ന ഏറ്റവും നല്ല തവടെണ്ണ. ഇത് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്ത് ഉപയോഗിക്കും. പഞ്ചസാര എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ സ്റ്റീവിയ വാങ്ങിച്ചു. സ്റ്റീവിയ ഈ മധുരത്തുറച്ച എക്സ്ട്രാക്ട്. അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിന്റെ തവടനെ പിന്നെ ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾക്ക് ഇപ്പോ ബാൻ വന്നിട്ടുണ്ട്. എന്നറിയോ? അവര് മസാല ഐറ്റംസ് മുഴുവൻ മായം ചേർത്ത് വിൽക്കേണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറഞ്ഞില്ല. അവർ സോഷ്യൽ മീഡിയ മാത്രം വന്നു, പത്രങ്ങൾ ടിവിയിലും വന്നില്ല. ആരും ഞാൻ കുറ്റം പറയുന്നില്ല. അത് സാമൂഹിക ദുരന്തമാണ്. എന്നറിയോ? അങ്ങനത്തെ ഒരു കെമിക്കൽസ് പിടിച്ചിട്ട് ആ കമ്പനികൾ പരസ്യം ചെയ്യുന്നതുകൊണ്ട് ഇവരാരും പരസ്യം കാണിച്ചിരുന്നില്ല. പക്ഷെ അത് ഉപയോഗിക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളും നമ്മളും ഭർത്താവും അച്ഛനും അമ്മയൊക്കെ രോഗികളെ മാറുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. എനിക്ക് സങ്കടമായ കേസാണ്. ഒരാൾക്കും പറയാൻ പറ്റും. വെളിച്ചെണ്ണ വന്നു, മുഴുവൻ മായം വെളിച്ചെണ്ണ പിടിച്ചു. അവരെയൊക്കെ കോടിക്കണ രൂപ അവർ ഫൈൻ ഈടാക്കി. അത് തിരിച്ചു കൊടുക്കുക. എന്താണ് അവിടെ നടന്ന കളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ ഒരിക്കലും നടക്കാൻ പാടില്ല. ഈ വേറെ രാജ്യത്താണെങ്കിൽ അവരെയൊക്കെ ജീവൻ ഉണ്ടാവില്ല. അപ്പൊ ഒരു മായം ചേർന്ന ഭക്ഷണം വിളമ്പുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് ദ്രോഹകരമാണ്. രാജ്യദ്രോഹികൾ അവരൊക്കെ. മറിച്ച് ഈ കമ്പനി ചെയ്യുന്ന പ്രത്യേകത ഞാൻ മാനിക്കുന്നത്, ഇതിന്റെ ക്വാളിറ്റി അവരൊക്കെ ചെക്ക് ചെയ്തിട്ടും ഒരു കെമിക്കൽസ് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനെ വിളിച്ചിട്ടുണ്ട്, ഇതിനെ തവണ. അപ്പൊ വീട്ടിൽ നിങ്ങൾക്ക് 100% വിധി പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇപ്പൊ ഇരിക്കുന്ന സോൾ ഫ്ലേവേഴ്സ് കിടന്ന വലിയ റേഞ്ച് പ്രൊഡക്റ്റ്. അല്ലെ, ചായപ്പൊടി, കാപ്പിപ്പൊടി, എല്ലാം ഒരു കെമിക്കൽസ് ഉൽപ്പന്നങ്ങൾ. ബോഡി കെയറിന്റെ പ്രീമിയം അഗർബത്തി, ചന്ദനത്തിരികൾ, ഹോം കെയർ ഐറ്റംസ്, വീട്ടിൽ കെമിക്കൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. വാഷ് മെയ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രസ് വാഷ് ചെയ്യാൻ വേണ്ടി കെമിക്കൽസ് ഉൽപ്പന്നങ്ങൾ. ഓട്ടോ കെയർ, എന്റെ കാറ് ഈ മോദിക്കറിൽ നിന്ന് കിട്ടിയ കാറാണ്, കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് കാർ. ആ കാർ ക്ലീൻ ചെയ്യുന്നത് ഈ ഓട്ടോ കെയർ ഉണ്ടാവും, വേറെ ഒന്നും ഉപയോഗിക്കില്ല. ഇതിനകത്ത് കെമിക്കൽസ് ഇല്ല. അതിന്റെ പെയിന്റ് അന്നും ഇന്നും നിൽപ്പുണ്ട്. 3 വർഷമേ വാങ്ങിച്ചിട്ട് ഒരു കുഴപ്പമില്ല. സോഫ്റ്റ് വാഷിന്റെ ജെന്റിൽ നറിഷിംഗ് ബാത്ത് റേഞ്ച് പ്രൊഡക്റ്റ്, കുളിക്കുന്നതും പാത്രം കണ്ട് നനക്കുന്നതും എല്ലാം. ദെൻ അമോളി വാച്ച് നോക്കി, മോദിക്കറിന്റെ വാച്ച്. ഈ വാച്ച് കൈ കിട്ടിയ കാശ് കിട്ടുമെങ്കിൽ നമ്മളിതിന്റെ നാട്ടുകാരുടെ HMTയുടെയും മറ്റുള്ള ബ്രാൻഡുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡ് കൈ കിട്ടി നമുക്ക് കാശ് കിട്ടുന്ന ഒരു കാര്യം. ഈ കാര്യം വാങ്ങിച്ചിട്ട് 2.5 വർഷമായി, ഒരു കംപ്ലൈന്റും ഇല്ല. അമോളി, അത് ഗോൾഡ് ക്യാരറ്റ് ഐറ്റംസ്. ദെൻ ആക്ടിവിറ്റി, കൃഷിയില് കിണ്ണിമയ മാറ്റം. ഞാൻ കാർഷിക കോളേജ്, തമിഴ് കാർഷിക കോളേജ് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. അവിടെ എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല. ഞാൻ തേരാപ്പാര നടന്നു, ജോലി ഇല്ലാണ്ടിരിക്കുകയാണ്. 5 വർഷം വെറുതെ നടന്നു. അപ്പോഴാണ് വെള്ളികളൊക്കെ വഴിക്ക് PSC വഴിക്ക് ജോലിക്കായിരുന്നു. അപ്പോൾ കൃഷി പഠിച്ചെങ്കിലും ഞാൻ ചെയ്യുന്നത് വേറൊരു ആരോഗ്യ വകുപ്പിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ. അത് ഇന്ന് കേരളത്തിന്റെ അവസ്ഥയും ഇന്ത്യയുടെ അവസ്ഥയും തൊഴിലില്ലായ്മ. ആ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരമായിട്ട് മോദിക്കർ മാറി. അത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കി. സോ ആക്ടിവിറ്റി, കൃഷിയില് 45% വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ.
പൊതുവെ സാങ്കേതിക വിദ്യയും ശാസ്ത്രവും ഗവേഷണവും എല്ലാം ചേരുന്ന ഒരു കോമ്പിനേഷനാണ് ഉണ്ടാവും. അപ്പൊ അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എടുക്കാം. ഷേപ്പ് ഷിഫ്റ്റ് വണ്ണം കുറയ്ക്കുന്ന പ്രൊഡക്റ്റ്, ഷിഫ്റ്റ് ലൈഫ് സൗന്ദര്യവർദ്ധക റേഞ്ചിലെ വലിയ റേഞ്ച് പ്രൊഡക്റ്റ്, മുടി സംരക്ഷിക്കുന്ന പ്രൊഡക്റ്റ്, അതിലെ ഊതും കോഫി എന്നൊക്കെ പറഞ്ഞാൽ കോഫിയുടെ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കുന്നു. അതൊരു വേറൊരു സംഭവമാണ്. ആ മുടി ഇട്ട ശേഷം മുടിയുടെ ഡാമേജ് മുഴുവൻ മാറി, മുടി കുഴിച്ചിലൊക്കെ മാറി. ഇതൊക്കെ ആരുടെ പറയുന്നത്? ഇതിന്റെ പ്രോട്ടീൻ പൗഡർ ശേഷം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ മറിയാൻ ഇതിന്റെ പ്രോട്ടീൻ പൗഡർ, ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ മൾട്ടിവിറ്റമിൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഇനി വരുന്നൊരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് ഒരു അസുഖം വരില്ല. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബോഡിയാണ്. ശരീരം മുഴുവൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. മുടി, നഖവും, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഓരോ കോശങ്ങളും പ്രോട്ടീൻ ഉണ്ടാക്കണം. ആ പ്രോട്ടീനകത്തേക്ക് നല്ല പ്രോട്ടീൻ കൊടുത്താലേ 84% പ്രോട്ടീനാണ് നമ്മുടെ പ്രോട്ടീൻ. അത് എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യം. മെഡിക്കൽ ഷോപ്പിൽ പ്രോട്ടീൻ 26% ഉള്ളൂ. ആ പ്രോട്ടീൻ കഴിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നവരെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കൂടെ? കുട്ടികൾക്ക് സ്ട്രോങ് ആൻഡ് സ്മാർട്ട്. ആ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് വാങ്ങിച്ചു കൊടുത്താൽ കുട്ടിയുടെ ആരോഗ്യം, അവൻ ഇത്രയാണ് ഹോസ്പിറ്റലിൽ പോയിരുന്ന അവനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. ഇനി അവൻ വീട്ടിൽ സേഫായിട്ട് അവന് പഠിത്തം കഴിഞ്ഞ് സുഖമായിട്ട് നല്ല ബുദ്ധിശക്തിയോട് വളരാൻ പറ്റും. അതിന്റെ എഫോയ്സും അതിന് അടങ്ങിയ ഘടകങ്ങളും അവന് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളും ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയുടെ ഇത് കഴിച്ചാൽ അത് മാറി കിട്ടും. ഫോറസ്റ്റ് സെക്ടറില് കുറെ കോസ്മെറ്റിക് പറഞ്ഞിട്ട് സോൾസെഫിനകത്ത് പാത്രത്തില് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് 100 വർഷം ചീത്താവില്ല. അതാണ് സോൾസെഫ്. അപ്പൊ നമുക്കൊരു ഭക്ഷണ സാധനങ്ങൾ സാധാരണ പ്ലാസ്റ്റിക് പിടിച്ചു വെച്ചാൽ പ്ലാസ്റ്റിക്കിലെ വിഷം ഭക്ഷണ സാധനങ്ങൾ പതുക്കെ പകരുന്നുണ്ട്. സോൾസെഫ് എന്ന സാധനം അങ്ങനത്തെ ഐറ്റം അല്ല. ആ ഭക്ഷണം അങ്ങനത്തെ ഒരു ഹൈ ക്വാളിറ്റി കണ്ടെയ്നർ ബോക്സാണ്. ഇത് സോൾസെഫ്. ഇതൊരു തരംഗമാണ്, ആൾക്കാർക്ക് മനസ്സിലായില്ല ഇപ്പോഴും. സോ നമ്മൾ ആദ്യം ഉപയോഗിക്കാം. ഇനി നമുക്ക് നോക്കാം മോദി കെയർ ബിസിനസിന്റെ പ്രയോജനങ്ങൾ. നമുക്ക് കുറഞ്ഞ ആരംഭ ചെലവേ ഉള്ളൂ. കണ്ടോ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് തന്നെ സ്വയം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ 3 മാസം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഒന്നിച്ചു എടുക്കുക. ഒരു 10-20,000 മുടക്കി ഒരു ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഹോം ഷോപ്പ്. അപ്പൊ നിങ്ങളുടെ 0 പീല് സാധനം കിട്ടും. നിങ്ങൾക്ക് തന്നെ ബില്ലടിക്കാം. ഉണ്ടോ, നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ബില്ലടിക്കാം. അതാണ് ഹോം ഷോപ്പ്. അടുത്ത കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഐഡിയ തുടങ്ങാം. എന്റെ വൈഫിന്റെ പേര് ലിഷ എന്നാണ്. ലിഷയുടെ പേരിൽ ലിഷ മോദി കെയർ ഷോപ്പ് എന്ന ഷോപ്പ് തുടങ്ങാം. മൈ മോദി കെയർ ഷോപ്പിൽ കയറിയിട്ട് 2 ആഴ്ചയിൽ എന്റെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്തു. 13 രൂപ അയച്ചു കൊടുത്തു. അവര് ഇന്ത്യയിലെ പല ഭാഗത്തുനിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്. അവർ വാങ്ങിക്കുമ്പോൾ അവർക്ക് 10% കുറച്ചു കൊടുത്തു. അവർ വളരെ ഹാപ്പിയാണ്. അപ്പൊ അതൊരു മൈ മോദി കെയർ ഷോപ്പ്. എന്റെ പേരിൽ തന്നെ എനിക്ക് ഷോപ്പ് തുടങ്ങാൻ കമ്പനി അനുവാദം തന്നു. എന്റെ വൈഫിന്റെ പേരിൽ ലിഷ മോദി കെയർ ഷോപ്പ് ഇന്ന് ഞാൻ കുറെ പേർക്ക് അയച്ചു കൊടുത്തു. അവരുടെ വീട്ടിൽ നിന്ന്, അവരുടെ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും കളക്ടറിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അവർ സാധനം വാങ്ങിക്കുന്നു. ആ ലിങ്ക് ഉപയോഗിച്ചവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. 2000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ അവർക്ക് ഫ്രീ ഡെലിവറിയാണ്. ഇത് അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ കുറഞ്ഞ ആരംഭ ചെലവ്, നമുക്ക് ചെലവില്ല. 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദെൻ 18 കാറ്റഗറിയിലായിട്ട് നമുക്ക് ഇത്രയധികം 890 പ്രൊഡക്റ്റ്. നിഷ്ക്രിയ വരുമാനം, ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല, ഇന്നും വരുമാനം. ഞാൻ എടുത്തു പറയുന്ന കാര്യം ആ പാസീവ് ഇൻകം എന്ന കാര്യം പഠിക്കേണ്ട കാര്യമാണ്. നമുക്ക് ജേക്കബ് സാറ്, അദ്ദേഹം കണ്ണൂർ വെച്ചിട്ട് മോദി കെയർ ബിസിനസ് ചെയ്തു. 2 വർഷം അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് അദ്ദേഹം കൊല്ലപ്പെട്ടു. മോൻ ആ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി സൈഡിൽ വീണ് മോൻ രക്ഷപ്പെട്ടു. 2 മക്കളെ 2 മക്കളെ വിദ്യാഭ്യാസം മുഴുവൻ ചെലവെടുത്ത് മോദി കെയർ ചെയ്തുകൊണ്ട് മാത്രം 2 വർഷം കൊണ്ട് അതിന് ചെറിയ വരുമാനം ഉണ്ടായിരുന്നു. ആ വരുമാനം കൂടി ജേക്കബ് സാറിന് ഇന്ന് ഈ 2 മക്കളും ഇപ്പൊ 22 വർഷമായി മരിച്ചിട്ട്. 22 വർഷം ഈ മക്കളെയും കുടുംബത്തെയും സംരക്ഷിച്ചത് മോദി കെയർ അന്ന് ചെയ്ത ഇതിന്റെ വരുമാനം. പെൻഷൻ പോലെ ഒരു പെൻഷൻ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് ഓരോ വർഷം ബിസിനസ് കൂടുന്നതോറും അവർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ പാസീവ് ഇൻകത്തിലൂടെ രക്ഷപ്പെട്ട ആളാണ് JB ഫാത്തിമ, നമ്മുടെ കൊല്ലത്തുള്ളത്. അപ്പൊ JB സാറിന്റെ വൈഫാണ് ഫാത്തിമ മാഡം. JB സാർ വന്നിട്ട് 3 വർഷമായി. കൊല്ലത്തെ മോദി കെയർ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് JB സാർ. എല്ലാവരും വൈകിനെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഇത് വന്ന് അദ്ദേഹം മരണപ്പെട്ടു. 82ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിന് ഫാത്തിമ മാഡത്തിന് കഴിഞ്ഞ 4 വർഷമായിട്ട് മോദി കെയർ വരുമാനം അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ 3 ലക്ഷം മേളിൽ വരുമാനം കിട്ടുന്നുണ്ട്. എന്നിട്ട് പറയാൻ കാരണം നിഷ്ക്രിയ വരുമാനം അങ്ങനെ ഒരുപാട് എക്സാം ഉണ്ട്. കൂടുതൽ പറയുന്നില്ല, 2 എക്സാം പറയുന്നത് നിർത്തുകയാണ്. നിഷ്ക്രിയ വരുമാനം മോദി കെയർ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്താല് 2 to 5 years കൊണ്ട് നിങ്ങൾക്ക് നല്ല ടീം എസ്റ്റാബ്ലിഷ് കഴിഞ്ഞാൽ 4 ടീം എസ്റ്റാബ്ലിഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കുളിക്കും വലിക്കും മാത്രം ചെയ്യുമ്പോൾ അവർക്കും വരുമാനം കിട്ടും, നിങ്ങൾക്കും വരുമാനം കിട്ടും. നിങ്ങളുടെ പാർട്ട്ഷിപ്പ് പോലെ പോവാണ്. അല്ല ഒരു ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ എടുത്ത് ക്രമീകരിക്കാവുന്ന പ്രവർത്തന സമയം. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് സീരിയസ് അറിയണം, സീരിയസ് അറിയാം. ഞാൻ ഇത് ഉറപ്പ് ചെയ്യണം, ഉറപ്പ് ചെയ്തു. ആരും നിങ്ങൾ ചോദിക്കാന്നില്ല. ബോസ് ഇല്ല. അത് ഗുണവുമാണ് ദോഷവുമാണ്. വ്യക്തിത്വ വളർച്ചയും നൈപുണ്യ വികാസവും. ഞാനിങ്ങനെ ഒരു 10 പേര് ഇരുത്ത് സംസാരിക്കാൻ എന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ച വ്യക്തിയല്ല. എന്റെ ഫ്രണ്ട്സിനെ അറിയാം, എന്റെ ഫ്രണ്ട്സിനെ അറിയാം ഞാൻ അങ്ങനെ സംസാരിക്കില്ലെന്ന്. അപ്പൊ എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങുകളാണ്. അപ്പൊ നമുക്ക് വേണ്ട സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങുകൾ,
പ്രസന്റേഷൻ ട്രെയിനിങ്ങൾ, പ്രൊഡക്ട് ട്രെയിനിങ്ങൾ എല്ലാം ഈ കമ്പനി തരികയാണ്. നമ്മുടെ ലീഡേഴ്സും നമുക്ക് എല്ലാവരും ഒരുക്കുകയാണ്. പരിധിയില്ലാത്ത വരുമാന സാധ്യത. ഞാൻ പറഞ്ഞില്ല, എന്റെ സ്പോൺസർ ഇൻകം 1.25 കോടിയാണ് മാസം മോദിക്കരുത്. എന്റെ സ്പോൺസർ ഇൻകം ഒരു ദിവസം 1 ലക്ഷം രൂപയാണ്. GST അടക്കുന്നത് മാസം 5 ലക്ഷം രൂപയാണ്. ഇത്രയും പോരെ? അപ്പൊ നിങ്ങൾക്ക് ഒരു 3 ലക്ഷം 10% 3 ലക്ഷം ഇരിക്കുന്ന എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഉറപ്പല്ലേ? 2 to 5 ഉണ്ട്. അവർ 15 വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ സ്പോൺസേഴ്സ്. ആ ഇൻവെന്ററി മാനേജ്മെന്റ് വേണ്ട, നിങ്ങൾക്ക് അതിന് പൈസ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കടയോ ഓഫീസ് ഗോൾഡ് ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നും വേണ്ട. കമ്മ്യൂണിറ്റിയും പിന്തുണയും, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ പുറകിലുണ്ട്. സോ അവസരം ഇവിടെയുണ്ട്, തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യേണ്ടെന്ന കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കും. ഓരോ മാസവും സമ്പാദിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കട മാറ്റി അതിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് അതിനകത്ത് മോദിക്കലൂടെ ഒരു 3000 സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും ചുരുങ്ങിയത് പറയുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 30,000 ആണെങ്കിൽ ഒരു 20,000 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോദിക്കലിന്റെ ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെക്കാം. നിങ്ങൾക്ക് ബില്ലടിക്കാനും തുടങ്ങാം. അതാ രസം. സോ അപ്പൊ നിങ്ങൾക്ക് എട്ടൊക്കെ ഒരു ആധാർ കാർഡിന്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ടൊക്കെ നമ്പർ കിട്ടും. ഈ നമ്പർ ഉപയോഗിച്ച് ID എടുത്ത ശേഷം തുടങ്ങുവാണെങ്കിൽ അത് വെച്ചിട്ട് ആ നമ്പർ വെച്ച് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ 6 വർഷം കൊണ്ട് എന്റെ കണക്കൂട്ടിൽ 8 കോടി കഴിഞ്ഞു. 6 വർഷം കൊണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോ കഴിഞ്ഞ 5 വർഷം വൈഫിന്റെ പേരിലായിരുന്നു. ഇപ്പൊ ഞാൻ അത് ഏറ്റെടുത്ത് വൈഫിന് കൊടുത്തിട്ട് ഞാനും ഇറങ്ങിക്കുക. ഇതേപോലെ ചെയ്യാൻ 4 പേര് മതി. ഉണ്ടോ? ഇതാണ് ബിസിനസ്. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇത് നോട്ട് ഒരു വെറുതെ ഒരു പ്ലാൻ അല്ല, അതിനേക്കാൾ ഉപരി വലിയ സംഭവമാണ്. 72% വരുമാനം തരുന്നുണ്ട്. പേഔട്ടിന്റെ ബിസിനസ് പോളിസിന്റെ 72%. ഈ കോമ്പൻസേഷൻ പ്ലാൻ വേറെ പണിയെടുക്കുന്നവർക്ക് നിറയെ വരുമാനമുണ്ട്. ആകെ 4 ഓർഗനൈസേഷൻ മതി. ആളെ പിടിക്കാൻ ആളെ ചേർക്കാൻ പോരുത്. അവര് ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ അവരെ നിങ്ങൾ ബിസിനസ് എൻ്റർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള ഞാനത് ചെയ്യുള്ളൂ. ദെൻ നമുക്ക് പവർ ഓഫ് 4 സംഭവമുണ്ട്. കമ്പനി അതിന് പവർ 4 എത്താൻ വേണ്ടി 4 സ്പോൺസർ ചെയ്ത് അവർ ജസ്റ്റ് ബേസിക്കലി 50 പോയിന്റ് വാല്യൂ 3000 സാധനം വാങ്ങിച്ചതിൽ നിങ്ങൾക്ക് 1000 രൂപ ക്യാഷ് അവാർഡ് അപ്പം തന്നെ കമ്പനി തരിക സ്പെഷ്യലായിട്ട്. അവരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് കമ്പനി പവർ 4 തന്നെ. അത് ബേസിക് പ്ലാനാണ്. ആ 3000 എന്നുള്ള സാധനത്തിന് മാറ്റി 20,000 ആക്കാൻ സാധിച്ചാൽ നിങ്ങൾ ബിസിനസ് വളരെ പെട്ടെന്ന് 1 മാസം കൊണ്ട് ഡയറക്ടർ ലെവലിലേക്ക് എത്തും. എന്നത് പറഞ്ഞുതരാം. ദെൻ 6 മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ. അതിന് ഒരു ലോയൽറ്റി എന്ന് പറയും. 6 മാസം കൃത്യമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലോയൽറ്റി കിട്ടും. ആ ഓരോ പർച്ചേസിനും റീപർച്ചേസ് ഉണ്ട്. ജോയിൻ ചെയ്ത മാസം തൊട്ട് മാസമാണെങ്കിൽ ഫുൾ മാസം കിട്ടും. അല്ലാത്ത മാസമാണെങ്കിൽ ഈ മാസം തുടങ്ങുകയാണെങ്കിൽ ഈ മാസം 15-ാം തീയതി വരെയുള്ള പർച്ചേസിന് കഴിഞ്ഞ മാസം ജോയിൻ ചെയ്താൽ അവർക്ക് 10% പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 20-ാം തീയതി പർച്ചേസ് എല്ലാ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ലോയൽറ്റി കിട്ടും. 6 മാസം വെച്ചാൽ 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ഇത് മാക്സിമം 10,000 വരെ കിട്ടും. 10,000 ആവറേജ് നിങ്ങൾ ബിസിനസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ ബിസിനസ് ഉണ്ടെങ്കിൽ 10,000 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ലോയൽറ്റി പ്ലസ് എന്താണ്? 12 മാസം 3,000 സാധനം വാങ്ങിച്ചു വെച്ചു. മിനിമം 1,000 മതി. എവിടെ 3,000 സാധനം വാങ്ങിച്ചു വെച്ചു. നിങ്ങൾക്ക് 13 മാസം 3,000-ന്റെ 3 മാസം 9,000 പ്രൊഡക്റ്റ് കിട്ടും. മാക്സിമം അറിയോ? ഒരു വർഷം മുഴുവൻ 30,000 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അത് ലോയൽറ്റി പ്ലസ്. അപ്പൊ ആവറേജ് 10,000 ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടാണ്. ഞാനിത് ഇതിന്റെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ അത് മുഴുവൻ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കൊണ്ട് ചെയ്യാൻ. 1-ാം ഘട്ടം ഇനി 5 ഘട്ടമുള്ളൂ. നിങ്ങളുടെ ഇൻകം 1 lakh above എത്താൻ വേണ്ടി 5 ഘട്ടം ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മുടെ വർക്ക് കിടക്കുന്നത്. നോക്കുക, നമ്മൾ എന്ത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിട്ടേൺ പ്രോഫിറ്റ് ഉണ്ട്. 33% കിട്ടും. നിങ്ങൾ കസ്റ്റമർ ആണെങ്കിൽ, കസ്റ്റമറുടെ മാത്രം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കസ്റ്റമർ MRP വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രിഫേർഡ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ID എടുക്കാം. പണ്ടത് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് കൊണ്ടുവന്നു. അതിന് പേര് പ്രിഫേർഡ് കസ്റ്റമർ എന്നാണ്. പ്രിഫേർഡ് കസ്റ്റമർക്ക് എന്ത് കിട്ടും? വരുമാനം കിട്ടില്ല. അവർക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് ലാഭത്തിൽ കിട്ടും. 33% ലാഭത്തിൽ കിട്ടും. ഉണ്ടാവും. ലോയൽറ്റി പ്രോഗ്രാമിനും അവർക്ക് എൻ്റർ ചെയ്യാം. റീപർച്ചേസ് പ്രോഗ്രാമും അവർക്ക് എൻ്റർ ചെയ്യാം. അവർക്ക് കൊണ്ടുവിൽക്കാൻ താല്പര്യം വിൽക്കാം. ഞാനത് അങ്ങനെ വിൽക്കാൻ നടന്നിട്ടില്ല. ഞാൻ വാങ്ങാൻ സഹായിച്ചിട്ടുണ്ട് കൂടെ പേര്. കാര്യം ഈ കാര്യം പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ എൻ്റെ സിനിമ എന്തെങ്കിലും വാങ്ങിക്കണാക്കാനുണ്ട്. സിനിമ ഒരു 8-10 കസ്റ്റമർ എനിക്ക് സിനിമ ഉണ്ട്, അവർ സിനിമ വാങ്ങിക്കുന്നുണ്ട്. സോ ഈ 3 കാര്യവും പ്രിഫേർഡ് കസ്റ്റമറും ചെയ്യാം. ID എടുത്തു കഴിഞ്ഞാൽ അവർ അഡ്വൈസറിക്കും ചെയ്യാം. ഇതാണ് എന്റെ ക്യാച്ച്. ഇനി നോക്കിക്കോട്ടെ. 1-ാം ഘട്ടമായി. 1-ാം ഘട്ടത്തിൽ വേറെ കാര്യം, നിങ്ങൾ 1000 രൂപ സാധനം DPവിലേക്ക് മോദിക്കേരുന്ന് വാങ്ങുമ്പോൾ 1,330 MRP ഉണ്ടോ? അപ്പൊ 330 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുക. ഇങ്ങനെ നിങ്ങൾ മിനിമം 1,500 തൊട്ട് 2,490 വരെ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 80% ലോയൽറ്റി കിട്ടുള്ളൂ. 2,500 മേളിലേക്ക് എല്ലാ എമൗണ്ടിനും 100% ലോയൽറ്റി കിട്ടും.
അത് പഠിച്ചോളണം കണ്ടോ. ഞാനപ്പോ ഒരു 10,000 ചെയ്യാൻ അറിയും. ഞാൻ എല്ലാ മാസവും 300 പി ചെയ്യാൻ 1000 പി എത്താൻ പേഴ്സണൽ പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഇത് 300 എത്തിയിട്ടുള്ളൂ. ഇവിടെ ആ ചെയ്യുവാണെങ്കിൽ 1 2 ഈ വരുന്ന എല്ലാ മാസവും എനിക്ക് എന്ത് ചെയ്യും, ഒരു 10,000 മേലിൽ കച്ചവടം ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിലെ ഐറ്റീവ്സ് ആൾക്കാർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചു, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലോയൽറ്റി പ്ലസ് വാങ്ങിച്ചെടുക്കാം. ന്യൂ ജോയിനി പ്രോഗ്രാം ഉണ്ടോ. 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ 10% 150 തൊട്ട് 200 രൂപ പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. 2000 വാങ്ങിച്ചാൽ 250 തൊട്ട് 350 വരെ ഈ ഫസ്റ്റ് പർച്ചേസ് ഓഫർ കിട്ടും. നമുക്ക് എല്ലാ മാസം കിട്ടും. 3000 വാങ്ങിച്ചാൽ 400 തൊട്ട് 550 രൂപ പ്രൊഡക്റ്റും ഫ്രീ ലഭിക്കും. 5000 വാങ്ങിച്ചാൽ 7000 തൊട്ട് 200 തൊട്ട് 900 രൂപ പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് 11,000 രൂപ വരെ പർച്ചേസ് ചെയ്താൽ അതിന് ഓഫർ കിട്ടും. 11,000 വരെ ഉള്ളൂ. അത് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ 10,000 വാങ്ങിച്ചാൽ ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് നഷ്ടം. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നത് മനസ്സിലായില്ലേ? അതിന് മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി വാങ്ങിക്കും. റീപർച്ചേസ് പ്രോഗ്രാം അത് തന്നെ. ഞാൻ കൂടുതലും പറയുന്നത് ഇതെല്ലാം ചെയ്യേണ്ടത് 15-ാം തീയതി വരെ ഉള്ളൂ. എല്ലാ മാസം 15-ാം തീയതി വരെ ഉള്ളൂ. ഓക്കെ. ഇനി 2ാം ഘട്ടം. ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു. 2ാം ഘട്ടം എന്താണ്? നിങ്ങൾ 4 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 4 വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ പറയുന്നു, ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഇത് സമൃദ്ധിയുടെ കാലമായിട്ട് മാറുകയാണ്. ഹാർവസ്റ്റിംഗ് ഇയർ ആയിട്ട് 2026 മാറുകയാണ്. മോദിക്ക് അതിന്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം മാറാൻ കാരണം 4 ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ആകെ മതി. അത് നിങ്ങൾ ചെയ്തോളണം. ഏറ്റവും പെട്ടെന്ന് ചെയ്യണം. അതിലൂടെ നിങ്ങൾക്ക് ഒരു 1000 റുപ്പീസ് എടുത്ത് കമ്പനി ഫസ്റ്റ് മാസം നിങ്ങൾ ഒരു ബോണസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. 2 ഷെയർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് ഫസ്റ്റ് ലെവൽ മൈൽ സ്റ്റോൺ നമ്പർ 1. ഇനി ഈ 3ാം ഘട്ടം നോക്കുക. പവർ ഫോർ ഉപയോഗിച്ച് നിങ്ങൾ ഡയറക്ടർ ആവുക. കണ്ടോ. നിങ്ങൾ 4 ഓർഗനൈസേഷനെയും ഇതേപോലെ ബിസിനസ് ചെയ്യാൻ അവരുടെ ഗ്രൂപ്പിനകത്ത് 4 പേര് 4 എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും കൊടുത്താൽ തന്നെ ഈ മിനിമം പർച്ചേസ് തന്നെ നിങ്ങളുടെ ഇൻകം നിങ്ങൾ ഡയറക്ടർ എന്ന റാങ്കിലേക്ക് പ്രവേശിച്ചു. കമ്പനിയുടെ ഫസ്റ്റ് ലെവലിലേക്ക് എത്തി. 1100 പോയിന്റ് വരെ എത്തി. ഇവരിലൂടെ നിങ്ങൾക്ക് 5000 മേളിൽ വരുമാനം കമ്പനി തരികയാണ് ഡയറക്ടറായി. ഇതാണ് 3ാം ഘട്ടം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കുക. ഇനി 4ാമത്തെ ഘട്ടം പ്ലാറ്റിനം ആവുക. നിങ്ങളുടെ ഗ്രൂപ്പിലെ ഈ 4 പേര് എയും ബിയും സിയും ഡിയും ഉണ്ട്. അവരെ ഇതേപോലെ തന്നെ അവരെ 4 ഗ്രൂപ്പിലോട് ഡെവലപ്പ് ചെയ്ത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തു. വേറെ ചെയ്തിട്ടില്ല. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തു. വിതരണ ശൃംഖല വർദ്ധിപ്പിച്ചു. ഇതിലൂടെ നിങ്ങൾക്ക് പ്ലാറ്റിനം ആകാൻ പറ്റി. ഞാനോ അത് ചെയ്തുള്ളൂ. ആ 4 ഗ്രൂപ്പ് ഡെവലപ്പ് എടുത്തു. ആ 4 ഗ്രൂപ്പ് ഓക്കെ. മൊത്ത വരുമാനം ഇവിടെ 5000 നാളുടെ ഇൻകം 15,000 ആയി. കഴിഞ്ഞ മാസം ഒരു ലേഡിക്ക് കിട്ടിയ വരുമാനം 42,000 രൂപയാണ്. ഞാനത് കൂടുതൽ പറയാണ്. ഇത് ഏറ്റവും ചുരുങ്ങിയ കമ്പനി ഏറ്റവും ചുരുങ്ങിയത് മാത്രമേ കാണിക്കുള്ളൂ. വലിയ കാണിക്കില്ല. ഹൈപ്പ് കാണിക്കേണ്ട ആവശ്യം ഇതിന്റെ കമ്പനിക്കില്ല. ഇതിന്റെ 5ാം ഘട്ടം നോക്കുക. ഇവിടെയാണ് 1 lakh എത്തിയത്. ഉണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പിലെ എയിലും ബിയിലും സിയിലും ഡിയുടെയും ഗ്രൂപ്പിനകത്ത് അവരെ 4 ഡയറക്ടർമാരുണ്ടാക്കാൻ ഈ 4 ഗ്രൂപ്പിനെ നമ്മളെ സഹായിച്ചു. നമ്മൾ സപ്പോർട്ട് ചെയ്തു. മീറ്റിംഗ്സും എല്ലാം റെഗുലർ നടന്നുകൊണ്ടിരിക്കുക. ആ സപ്പോർട്ട് കൂടി അവർക്ക് ഡെവലപ്പ് ചെയ്തു. നിങ്ങൾ ഡബിൾ റിട്ടയർമെന്റ് ഡെപ്പോസിറ്റ് ഏറ്റവും ബെയർ മിനിമം 1 ലക്ഷം കിട്ടും. അത് 10 ലക്ഷം വരെ വാങ്ങിക്കാം. ഡബിൾ റിട്ടയർമെന്റ് ഇതാണ് സൈസ്. 10 ലക്ഷം വരെ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുന്ന ആഗ്രഹം ഇന്ത്യയിലുണ്ട്. എന്റെ സ്പോൺസർ തന്നെ അതിന് അടുത്ത ലെവലിലേക്ക് എത്തി. അവര് ബ്ലൂ ഡയമണ്ട് എത്തി. അപ്പൊ ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കും ഇവിടെ. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച വരുമാനം മാത്രമല്ല ഉണ്ടാ സ്വപ്നതുല്യമായ ജീവിതം കൂടി കമ്പനി കൊടുക്കുക. നമുക്ക് വെഹിക്കിൾ ബോണസ് ഉണ്ട്. ബൈക്ക് വാങ്ങിക്കാൻ 2500 രൂപ ബോണസ് എല്ലാ മാസവും കിട്ടും. ഡയറക്ടറാന്നാക്കും. അവർക്ക് തന്നെ ഡയറക്ടർ ആൾക്ക് സീനിയർ വരെ അവർക്ക് ഇന്ത്യയിൽ എവിടെയും ടൂർ പോകാൻ ഒരു 5000 രൂപ ക്യാഷ് അവാർഡ് എല്ലാ മാസവും മാക്സിമം അത്ര കൊടുക്കും. മാക്സിമം എല്ലാ കൃത്യം 5000 കിട്ടുന്നല്ല. അവർ എത്ര വോളി ചെയ്യണോ അതിനനുസരിച്ച് 5000 കിട്ടും. 5000 മാക്സിമം തരുള്ളൂ. അതിനപ്പുറം തരില്ല. വേൾഡ് ടൂർ ഫണ്ട് വിദേശയാത്ര പോകാൻ മലേഷ്യ, സിംഗപ്പൂർ, ലോകം, യൂറോപ്പൊക്കെ പോകാൻ നമുക്ക് ചാൻസ് ലഭിക്കാൻ വേൾഡ് ടൂർ ഫണ്ട് അത് കമ്പനി നമുക്ക് 30,000 രൂപ വരും. ഉണ്ടാവും 30,000 രൂപ വരും ആ ടൂർ ഫണ്ട്. അത് 40,000 രൂപ വരും. ദെൻ ലക്ഷറി കാർ ഫണ്ട് നിങ്ങൾ 3 ഗ്രൂപ്പ് ഡയറക്ടറാക്കി എടുത്ത് അല്ല നിങ്ങൾ SCD എന്ന് പറയും. സീനിയർ എക്സിക്യൂട്ടീവ്. ഞാൻ ആ ലെവലിൽ എത്തി വ്യക്തിയാണ്. ഞാൻ കാർ വാങ്ങിച്ച വ്യക്തിയാണ്. അപ്പൊ ലക്ഷറി കാർ ഫണ്ട് കിട്ടി. അത് നമുക്ക് മാക്സിമം 40,000 രൂപ കിട്ടും. അടുത്തത് 4 ഗ്രൂപ്പ് ഡയറക്ടറാക്കി എടുത്താൽ നിങ്ങൾ പ്ലാറ്റിനം ആക്കി നിങ്ങൾക്ക് കമ്പനി ഡ്രീം ഹൗസ് ഫണ്ട് ആരംഭിക്കും. അത് 50,000 രൂപ ഒരു മാസം മാക്സിമം ലഭിക്കുള്ളൂ. 50,000 രൂപ മാസം നമുക്ക് EMI അടിച്ചുകൊണ്ട് എന്ത് വീട് വാങ്ങിക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു അത്യാവശ്യം ഒരു 10-20 ലക്ഷം വീട് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും. അത് ഈ ചെറിയ ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ പ്ലാറ്റിനം എത്തിയിട്ട് സാധിക്കും. വേണ്ടേ സ്മാർട്ട് സമ്മറി പറയാം. 75% പേ ഔട്ട് കൊടുക്കുന്ന രീതി പറയാം. ഉണ്ടാവും പ്രോഗ്രസീവ് ബോണസ്, ഓരോ റാങ്കുകൾ, പ്ലാറ്റിനം, റെഡ് ഡയമണ്ട്, ഡബിൾ റെഡ് ഡയമണ്ട്, ട്രിപ്പിൾ റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, ഡബിൾ ബ്ലൂ ഡയമണ്ട്, ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട്. ഉണ്ടാവും ഇത്തരത്തിൽ ലെവലാ നോക്കി. അപ്പൊ ഒരു ഡയറക്ടർ തുടങ്ങി സീനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ എക്സിക്യൂട്ടീവ് കാർ അച്ചീവറായി, പ്ലാറ്റിനം വീട് അച്ചീവറായി, പിന്നെ അവിടെ നിന്ന് പിന്നെ ഡയമണ്ട് ബോണസുകൾ ലഭിക്കുന്ന ലെവലിലേക്ക് എത്തി. ഇത് ഇരിക്കുന്ന എല്ലാവർക്കും അച്ചീവബിൾ ആണ്. ഇന്ന ആൾക്ക് പറ്റും, ഇന്നാൾക്ക് പറ്റില്ല എന്നില്ല. ഇതാകെ ചെയ്യേണ്ടത് ഇതിന്റെ ട്രെയിനിങ് സപ്പോർട്ടൊക്കെ നമ്മൾ നേടിയെടുക്കണം. ഇത് വലിയൊരു ബിസിനസ് അക്കാഡമി നമുക്കുണ്ട്.
ആ മോദിവേ ബിസിനസ് അക്കാഡമി MBA, അവിടെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും ഓൺലൈൻ പഠനത്തിലൂടെയും ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കണം. ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ കണ്ടാൽ ഞാൻ നെട്ടിപ്പോയത്. ഇന്ത്യയിൽ പ്രൊഡക്റ്റ് കൊണ്ട് ഇതിനെ കമ്പയർ കാണിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ഇത്രയും ക്വാളിറ്റി മനസ്സിലാക്കിയ ആ മോമെന്റ് ആണ്, ആ ഡെമോ കണ്ടപ്പോഴാണ് എനിക്ക് തീരുമാനിച്ചത്. പിന്നെ കമ്പനി എന്ത് പ്രൊഡക്റ്റ് ഇറങ്ങിയാലും ഞാനത് വാങ്ങിച്ച് വയ്ക്കാൻ തുടങ്ങി. കമ്പനി എന്ത് പ്രൊഡക്റ്റ് ഇറങ്ങിയാലും ഞാൻ ആദ്യം വാങ്ങിക്കും. അങ്ങനെ വണ്ണം കൊണ്ടൊരു പ്രൊഡക്റ്റ് ഇറങ്ങി, വണ്ണം കൊണ്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഏപ്രിൽ മാസം ഇറങ്ങി, ഏപ്രിൽ മാസം വാങ്ങിച്ചു. ഏപ്രിൽ മെയ് ജൂൺ കൊണ്ട് എന്റെ 9.5 കിലോ എന്റെ ശരീരത്തിൽ നിന്ന് ആ കൊഴുപ്പ് മാറി കിട്ടി. ഞാനിപ്പോ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു വെച്ചാൽ ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ അതിന് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കേഷൻ കിട്ടും. ഇവന്റുകളൊക്കെ ഉണ്ട്. ആ ഇവന്റിൽ പോകുമ്പോൾ ഫംഗ്ഷൻ പങ്കെടുക്കാതെ ഇന്നത്തെ ആളും വിജയിക്കില്ല. ഫംഗ്ഷൻ ടു ഫംഗ്ഷൻ ടു ഫംഗ്ഷൻ, ട്രെയിനിങ് ടു ട്രെയിനിങ് പൊക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പുള്ളി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അല്ലെങ്കിൽ മോദിക്ക് നമ്മൾ കാഴ്ച ദിവസം വയ്ക്കും. സോ ഇതിന് ടൂൾസ് നോക്കുക. മോദിവേ ന്യൂ വേ, സമീർ മോദിയുടെ ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ ഈ ടൂളുകൾ നിർബന്ധമാണ് നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഇന്നോ നാളെ നിങ്ങൾ കരസ്ഥമാക്കുക. അത്ര ഒരു ധൃതി കാണിക്കുക. കാര്യം ഈ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പീഡാണ്. സ്വയം നൽകുക. മോദിക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഈ കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ്സാണ് മോദിക്ക്. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? നിങ്ങളിത് കേട്ടിട്ട് ഞാൻ പിന്നീട് മാറ്റി വെക്കാം. ഞാൻ അങ്ങനെ മാറ്റിവെച്ച വ്യക്തിയാണ് 3 മാസം. എനിക്കിത് ഓർക്കാൻ പറ്റില്ല എങ്ങനെ സംഭവിച്ചത്. പിന്നെ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോഴേക്ക് തലക്ക് വട്ടായത്. അത് കോഴിക്കോട് വരെ പോകേണ്ടി വന്നു, എറണാകുളത്ത്. അപ്പോ ഇപ്പോഴെങ്കിലും പിന്നെ എപ്പോഴും ചെയ്യണം. ഒരൊറ്റ ചൂടിൽ നിന്നാണ് 1000 മൈൽ യാത്ര ആരംഭിക്കുന്നത്. ഞാനോ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. 1000 ചൂട് ഇന്ന് വെക്കാം. മോദിക്കയിലേക്ക് സ്വാഗതം. പങ്കെടുത്ത എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ന്യൂ ഇയറിൽ ഈ പ്ലാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് നിസ്സാര പ്ലാനല്ല, ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷനാണ്. ഒരു പ്ലാൻ എന്ന് ഞാൻ പറയില്ല, ഒരു ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷനാണ്. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന പ്ലാനാണ്. ആ രീതിയിൽ എടുക്കണം. വേറെ ഒരു ഒന്നും കാണരുത്. കാര്യം ഞാൻ ഈ പറഞ്ഞ അറിവ് മുഴുവൻ നിങ്ങൾ പകർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറ്റിമറിയും. ഇതൊരു അസാധാരണ സമയമാണ്. നമ്മൾ അതിനകത്ത് ഊറ്റം കൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്തേക്കുന്ന അത്ര വലിയൊരു സംഭവമാണ്. ഞാൻ എന്തായാലും ഇത് സീരിയസ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഞാൻ വിടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയൊരു പ്ലാനിലേക്ക് മാറ്റാൻ പറ്റിയ സമയമാണ്. അപ്പോ എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസ നേരുന്നു. ഈ ന്യൂ ഇയർ ഒരു അടിപൊളി വർഷമാക്കി മാറ്റണം. ഇതൊരു ഹാർവസ്റ്റിംഗ് മാറ്റണം. ഇത്ര നാളും 29 വർഷം കമ്പനി ഇവിടെ വിതച്ചേക്കാണ്. ഇനി കൊയ്യാൻ പോവാണ്. കൊയ്യാൻ തയ്യാറാക്കപ്പെട്ട വ്യക്തികളാണ് ഇരിക്കുന്ന 150 പേര്. ആ 150 പേരെയും ഞാൻ ഇതിന്റെ പെർഫോമൻസിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമായിട്ട് മാറ്റുക. നിങ്ങൾ സെലിബ്രിറ്റി ആയിട്ട് ഈ വർഷം തന്നെ ഉയർന്നു വരാനുള്ള ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. 2 to 5 കൊണ്ട് ഒരു 5 ലക്ഷം 10 ലക്ഷം വരുമാനം വാങ്ങിച്ചെടുക്കാൻ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. വെറുതെ വർക്ക് ചെയ്യരുത്. അതിന് പ്ലാൻ ചെയ്യുക. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. See you at the top. Okay. Thank you, sir. Thank you, sir. Thank you. Happy New Year. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.